പ്രകൃതിയുമായി ബന്ധപ്പെട്ട മാർക്സ്, അവിടെയാണ് മാർക്സ് സോഷ്യൽ മെറ്റബോളിസം എന്ന് പറയുന്നത്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധം, ഒരു സാമൂഹിക തലമാണ് അതിനുള്ളത്. ആ പ്രകൃതിയെ നിരന്തരമായി അങ്ങനെ ചൂഷണം ചെയ്യാം എന്ന് വിചാരിക്കരുത്. അദ്ദേഹം ഒരു ഒരു പ്രധാനമായിട്ടും ഈ ഡീഫോറസ്റ്റേഷൻ നടന്നതിനെ പറ്റിയുള്ള ഒരു പുസ്തകം അക്കാലത്ത് ഇറങ്ങി, ഡെസർട്ടിഫിക്കേഷനെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകം. ആ മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന് ആനന്ദിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ഉണ്ടല്ലോ. ഈ മരുഭൂമികൾ ഉണ്ടാകുന്നതിനെ പറ്റിയുള്ളൊരു പുസ്തകം അക്കാലത്ത് ഇറങ്ങി. അത് വായിച്ചിട്ട് മാർക്സ് ഏംഗൽസിന് ഒരു കത്ത് എഴുതുന്നുണ്ട്. ആ കത്തിൽ അദ്ദേഹം പറയുന്നത്, എങ്ങനെയാണോ ഈ നമ്മുടെ ഡിഫോറസ്റ്റേഷനും അതുപോലെയുള്ള ഉൽപാദന ശക്തികളുടെ വികാസവും പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും തെളിവുകൾ നിറഞ്ഞ ഒരു പുസ്തകമാണ് ഇത്. പക്ഷെ അതിനുശേഷം അദ്ദേഹം ഒരു വാചകം കൂടി ഏംഗൽസിനുള്ള കത്തിൽ എഴുതി ചേർക്കുന്നുണ്ട്. അതായത് സോഷ്യലിസം വരുന്നതിന് മുൻപ് തന്നെ സോഷ്യലിസ്റ്റ് ചിന്തകൾ ആളുകൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നാണ്. അതായത് ഈ ഉൽപാദന ശക്തികളുടെ അനുസ്യൂതമായ വികാസത്തിലൂടെ മരുഭൂമിയായി ഭൂമി മാറാം എന്നുള്ളത് ഒരു സോഷ്യലിസ്റ്റ് ചിന്തയാണ് എന്നാണ് ഏംഗൽസിനുള്ള കത്തിൽ മാർക്സ് എഴുതുന്നത്. രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രം ഒരു വശത്ത് വളരെ പ്രസക്തമായിരിക്കുമ്പോൾ തന്നെ അതുകൊണ്ട് മാത്രം നമ്മുടെ രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. മനുഷ്യനിലേക്ക്, മനുഷ്യ ചരിത്രത്തിലേക്ക്, മനുഷ്യൻ്റെ സംഘാടന രീതികളിലേക്ക്, മനുഷ്യൻ്റെ രാഷ്ട്രീയ സാമൂഹിക നിർമ്മിതികളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയേണ്ടതുണ്ട് എന്ന സൂക്ഷ്മമായ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് അദ്ദേഹം നരവംശാസ്ത്ര കൃതികൾ വായിക്കുന്നത്. ഏറ്റവും ദൗർഭാഗ്യകരമായ സംഗതി എന്ന് പറയുന്നത്, ഈ ഒരു പുസ്തകം എഴുതുന്നതിന് മുൻപ് അദ്ദേഹം മരിച്ചുപോയി എന്നുള്ളതാണ്. 1983 അദ്ദേഹം മരിക്കുമ്പോൾ 82 അദ്ദേഹം ഈ കുറിപ്പുകളെല്ലാം തന്നെ തയ്യാറാക്കുന്നത്. കാരണം ഇത് മാർക്സിന്റെ മാത്രം നിഗമനമല്ല. ആദം സ്മിത്തിന്റെ പ്രധാനപ്പെട്ട നിഗമനം എന്താണ്? ആദം സ്മിത്തിന്റെ മുതലാളിത്തത്തെക്കുറിച്ചുള്ള നിഗമനം എന്താണ് എന്ന് മനസ്സിലാക്കിയാലേ മാർക്സിന്റെ നിഗമനം എന്താണെന്ന് ശരിക്കും നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ആദം സ്മിത്തിന്റെ നിഗമനം ഇതായിരുന്നു. ആദം സ്മിത്തിന്റെ നിഗമനം, ഈ മുതലാളിത്ത വ്യവസ്ഥ അതിനൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ ഉണ്ട്. അതായത് അതിന് ഒരു മൂലധനം നമ്മൾ ചിലവാക്കുന്നു, അതിൽ നിന്ന് നമുക്ക് ഒരു ലാഭവും അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു ഇത് കിട്ടുന്നു. ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറയുന്നത്, ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറയുന്നത് ഇങ്ങനെ പോയി അത് ആ റേഷ്യോ 0 എത്തുന്നു. തുടർന്ന് മുതലാളിത്തത്തിനുള്ളിൽ ഉൽപാദനം സാധ്യമല്ലാത്ത രീതിയിൽ അത് സ്തംഭിക്കുന്നു. അങ്ങനെ മുതലാളിത്ത വ്യവസ്ഥ ഇല്ലാതാവുന്നു. ഇത് മാർക്സ് പറഞ്ഞതല്ല. ആദം സ്മിത്തിന്റെ സാമ്പത്തിക വെൽത്ത് ഓഫ് നേഷൻസിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയുന്നത്, മൂലധനം ഇങ്ങനെ ഈ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറയുന്നത്, മൂലധനവും അതിൻ്റെ ഉൽപ്പന്നവും തമ്മിലുള്ള ഈ ബന്ധം എന്ന് പറയുന്നത് ഇങ്ങനെ പോയി അത് 0 അങ്ങനെ മുതലാളിത്തം സ്തംഭിച്ച് നിൽക്കുകയും ചെയ്യും എന്ന് പറയുന്നിടത്ത് ഇനി എന്ത് പറയണം എന്നറിയാതെ ആദം സ്മിത്ത് സ്തംഭിച്ച് നിന്നിടത്ത് നിന്നാണ് മാർക്സ് യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കേണ്ട ഒന്നല്ല. ചരിത്രപരമായിട്ടുള്ള ഭൗതികവാദ അല്ലെങ്കിൽ ഭൗതികവാദ ചരിത്ര പഠനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഇത് മുതലാളിത്തത്തിന് മാത്രം സംഭവിച്ചിട്ടുള്ളതല്ല, മുൻകാല ഉൽപാദന സമ്പ്രദായങ്ങൾക്കും ഇത് ഉണ്ടായിട്ടുണ്ട്. ആ സ്തംഭനാവസ്ഥയെ വർഗശക്തികളാണ് മുന്നോട്ട് നയിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടും വർഗവൈരുദ്ധ്യം ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാലക ശക്തിയാണ് എന്ന നിഗമനത്തിലേക്ക് മാർക്സ് എത്തുന്നത്. അതായത് രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രത്തെ അവിടെ അദ്ദേഹം സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം കൊണ്ട് പൂരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തത്വചിന്തയിലേക്ക് മടങ്ങുകയല്ല, മറിച്ച് സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം കൊണ്ട് അദ്ദേഹം രാഷ്ട്രീയ സമ്പദ്ശാസ്ത്ര വിമർശനത്തെ പൂരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് ഈ 1870 അത് അദ്ദേഹം മൂലധനത്തിൻ്റെ പ്രധാനപ്പെട്ട നോട്ടുകളും ഒക്കെ തയ്യാറാക്കി കഴിഞ്ഞു. 1867 മൂലധനം പ്രസിദ്ധീകരിച്ചു, കൂലിവില ലാഭം പ്രസിദ്ധീകരിച്ചു, ഫൗണ്ടേഷൻസ് ഓഫ് ക്രിട്ടിക്കൽ പൊളിറ്റിക്കൽ ഇക്കോണമി പ്രസിദ്ധീകരിച്ചു, എല്ലാം ചെയ്തിട്ടുണ്ട്. ധനതത്വശാസ്ത്രത്തെ പൂർണ്ണമായും അദ്ദേഹം 1948 പ്രൗദോണിൻ്റെ പുസ്തകത്തിൻ്റെ മുഖവിരയിൽ ബോത്ത് ആസ് എ ജർമ്മൻ ആൻഡ് ആൻ ഇക്കോണമിസ്റ്റ് എന്ന് അദ്ദേഹം പറഞ്ഞത്, ആ ഇക്കോണമിസ്റ്റ് ആണ് ഞാൻ എന്ന് പറയുന്നതിന് സാരവത്താക്കുന്ന രീതിയിലുള്ള ദൈക്ഷണികമായ പ്രവർത്തനങ്ങളാണ് പിൽക്കാലത്ത് മാർക്സ് നടത്തിയത് മുഴുവനും. അദ്ദേഹം വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം രാഷ്ട്രീയമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം അദ്ദേഹം സംബന്ധിച്ചോളം അദ്ദേഹം വെറും ഒരു ഇക്കണോമിസ്റ്റ് അല്ല, ഒരു ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ് അല്ല, മറിച്ച് അദ്ദേഹം ഒരു ഇക്കണോമിസ്റ്റുമാണ്, ഒരു രാഷ്ട്രീയ ചിന്തകനുമാണ്. ആ രാഷ്ട്രീയ ചിന്തയിൽ അദ്ദേഹം സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തെ ധനതത്വശാസ്ത്ര വിമർശനവുമായി നിബന്ധിപ്പിക്കുകയും അത് രണ്ടും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുകയും അദ്ദേഹം, അല്ലെങ്കിൽ ഫ്രാൻസിലെ വർഗ സമരങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ അത് രാഷ്ട്രീയ കൃതിയാണ്. പക്ഷെ എന്താണ് ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ നോക്കുക? ഫ്രാൻസിലെ വർഗ സമരങ്ങളാണ്. വർഗങ്ങൾ ആരാണ്? സാമ്പത്തിക ശക്തികളാണ്. മാർക്സിനെ സംബന്ധിച്ചോളം പ്രധാനമായും വർഗങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തിക ശക്തികളാണ്. അപ്പോൾ ഈ സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള ഫ്രാൻസിലെ സമരത്തെക്കുറിച്ചാണ് അദ്ദേഹം എഴുതുന്നത്.
അതിനകത്തൊരു സാമ്പത്തികശാസ്ത്രമുണ്ട്, രാഷ്ട്രീയവും സമ്പദ്ശാസ്ത്രവും ഉണ്ട്. മൂലധനത്തിലുണ്ട് രാഷ്ട്രീയവും സമ്പദ്ശാസ്ത്രവും. അത് കേവലമായിട്ടുള്ള ഒന്നല്ല. നമ്മൾ ആലോചിക്കണം. ഈ ഉൽപാദന ശക്തികളെക്കുറിച്ച് അദ്ദേഹം നിർണയവാദിയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള കുറിപ്പുകൾ എഴുതിയത് നമ്മൾ അവഗണിക്കുന്നു. മറിച്ച് മൂലധനത്തിൽ തന്നെ ആണ് അദ്ദേഹം ഈ സോഷ്യൽ മെറ്റബോളിസം എന്ന് പറയുന്ന വാക്കുകൊണ്ടുവരുന്നത്. ഈ സോഷ്യൽ മെറ്റബോളിസം എന്ന് പറയുന്നത് പിന്നീട് മെറ്റബോളിക് റിഫ്റ്റ് എന്ന് EM ഫോസ്റ്ററും മറ്റും അത് മാറ്റുന്നുണ്ട്, കുറെ കൂടി ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ മൂലധനം ഒരു വിള്ളൽ ഉണ്ടാക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഇപ്പോൾ പറയുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ അനുസ്യൂതി എന്ന് പറയുന്നത്, തുടർച്ച എന്ന് പറയുന്നത് പരിഗണിക്കണമെന്ന് ഞാൻ പറയുന്നത്. ഈ ആശയം, അതായത് മൂലധനത്തിൽ അദ്ദേഹം വികസിപ്പിക്കുന്ന, അദ്ദേഹം പറയുന്നുണ്ട് ആദം സ്മിത്തിൻ്റെ റിക്കാർഡോയുടെ പൊളിറ്റിക്കൽ ഇക്കോണമി ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്ന റിക്കാർഡോയുടെ പുസ്തകമാണ് ഈ തറപ്പാട്ടം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, ഗ്രൗണ്ട് റെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് EMS ഒക്കെ തറപ്പാട്ടത്തെക്കുറിച്ചിട്ടൊരു ലേഖനമൊക്കെ എഴുതിയിട്ടുണ്ട്, കൗട്സ്കിയും ഒക്കെ വിമർശിച്ചുകൊണ്ടും ഒക്കെ ആയിട്ട്. കേരളത്തിലൊരു ചർച്ച അക്കാലത്ത് ഭൂപരിഷ്കരണത്തിൻ്റെ കാലത്ത് നടന്നപ്പോൾ ഒരു മാർക്സിസ്റ്റ് പരിപ്രേക്ഷ്യം ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വരുന്നത് എങ്ങനെയാണ് എന്നുള്ളതിന് മാർക്സിൻ്റെ ഈ തറപ്പാട്ടത്തെക്കുറിച്ചിട്ടുള്ള ചർച്ചയൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ഇന്ത്യയിലും കടന്നു വന്നിട്ടുണ്ട്, കേരളത്തിലും കടന്നു വന്നിട്ടുണ്ട്. ഇത് ഈ പാട്ടം എന്ന് പറയുന്നത് റിക്കാർഡോ പറയുന്നത് എന്തായിരുന്നു? റിക്കാർഡോ പറഞ്ഞിരുന്നത് ഈ പാട്ടം നമുക്ക് എവിടെയാണ് ഈ പാട്ടം കൊടുക്കുന്നത്? നമുക്ക് പാട്ടം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നമുക്കൊരു സങ്കല്പം ഉണ്ടല്ലോ, പാട്ട വ്യവസ്ഥ എന്ന് പറയുന്നത്. ഈ പാട്ടം എന്ന് പറയുന്നത് ഭൂമിയുടെ ഗുണപരമായ മേന്മയ്ക്കുള്ള ഒരു റെമ്യൂണറേഷനാണ് പാട്ടം. അപ്പോൾ കൂടുതൽ ഉൽപാദനക്ഷമതയുള്ള ഭൂമിക്ക് കൂടുതൽ പാട്ടം കിട്ടും എന്നുള്ളതാണ് റിക്കാർഡോ പറയുന്നത്. അപ്പോൾ മാർക്സ് ഇത് എടുത്തിട്ട്, ഈ തറപ്പാട്ടം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എടുത്തിട്ട് പാട്ടവ്യവസ്ഥയെക്കുറിച്ച് മാർക്സ് ആഴത്തിൽ പഠിച്ചിട്ട് മാർക്സ് പറയുന്ന ഒരു കാര്യം, റിക്കാർഡോ ഇവിടെ പറയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പുതിയ സാങ്കേതിക വിദ്യ, അതായത് ഫെർട്ടിലൈസർ, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ച് ഭൂമിയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാം. അതായത് കൃത്രിമമായി പാട്ടം വർദ്ധിപ്പിക്കാൻ സാധിക്കും, പാട്ടനിരക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്. അത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, രസതന്ത്ര വിദഗ്ധന്മാർ പലരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പോലെ ലെസ്റ്റിങ്ങിനെയൊക്കെ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ഇങ്ങനെ ഫെർട്ടിലൈസർ കൂടുതലായി അപ്ലൈ ചെയ്യുന്നത് ഉൽപാദന ശക്തിയെ വികസിപ്പിക്കുമെങ്കിൽ പോലും ദീർഘകാലത്തിൽ അത് മണ്ണിൻ്റെ പോഷണത്തെ തിരിച്ചു ബാധിക്കും. അങ്ങനെ ഈ നിരന്തരം ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യുന്ന മണ്ണ് പോഷകഗുണമില്ലാത്ത മണ്ണായി പിന്നീട് മാറും. അല്ലെങ്കിൽ അത് നിരന്തരം നിങ്ങൾ ഇങ്ങനെ അത് അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ പോയിട്ടുണ്ടെങ്കിലും മണ്ണിൻ്റെ ഗുണഗണങ്ങൾ ഇല്ലാതെയാകും. ഇതാരാണ് പറയുന്നത്? മാർക്സാണ് പറയുന്നത്. പ്രകൃതിയുമായി ബന്ധപ്പെട്ട മാർക്സ്, അവിടെയാണ് മാർക്സ് സോഷ്യൽ മെറ്റബോളിസം എന്ന് പറയുന്നത്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധം, ഒരു സാമൂഹിക തലമാണ് അതിനുള്ളത്. ആ പ്രകൃതിയെ നിരന്തരമായി അങ്ങനെ ചൂഷണം ചെയ്യാം എന്ന് വിചാരിക്കരുത്. അദ്ദേഹം പ്രധാനമായിട്ടും ഈ ഡീഫോറസ്റ്റേഷൻ നടന്നതിനെ പറ്റിയുള്ളൊരു പുസ്തകം അക്കാലത്ത് ഇറങ്ങി, ഡെസർട്ടിഫിക്കേഷനെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകം. ആ മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന് ആനന്ദിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ഉണ്ടല്ലോ. ഈ മരുഭൂമികൾ ഉണ്ടാകുന്നതിനെ പറ്റിയുള്ളൊരു പുസ്തകം അക്കാലത്ത് ഇറങ്ങി. അത് വായിച്ചിട്ട് മാർക്സ് ഏംഗൽസിന് ഒരു കത്ത് എഴുതുന്നുണ്ട്. ആ കത്തിൽ അദ്ദേഹം പറയുന്നത്, എങ്ങനെയാണോ ഈ നമ്മുടെ ഡിഫോറസ്റ്റേഷനും അതുപോലെയുള്ള ഉൽപാദന ശക്തികളുടെ വികാസവും പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും തെളിവുകൾ നിറഞ്ഞ ഒരു പുസ്തകമാണ് ഇത്. പക്ഷെ അതിനുശേഷം അദ്ദേഹം ഒരു വാചകം കൂടി ഏംഗൽസിനുള്ള കത്തിൽ എഴുതി ചേർക്കുന്നുണ്ട്. അതായത് സോഷ്യലിസം വരുന്നതിന് മുൻപ് തന്നെ സോഷ്യലിസ്റ്റ് ചിന്തകൾ ആളുകൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നുവെന്നാണ്. അതായത് ഈ ഉൽപാദന ശക്തികളുടെ അനുസ്യൂതമായ വികാസത്തിലൂടെ മരുഭൂമിയായി ഭൂമി മാറാം എന്നുള്ളത് ഒരു സോഷ്യലിസ്റ്റ് ചിന്തയാണ് എന്നാണ് ഏംഗൽസിനുള്ള കത്തിൽ മാർക്സ് എഴുതുന്നത്. സോഷ്യലിസം വരുന്നതിന് മുൻപ് തന്നെ സോഷ്യലിസ്റ്റ് ചിന്തകൾ വന്നു തുടങ്ങിയിരിക്കുന്ന ഉദാഹരണമാണ് പ്രകൃതിയെക്കുറിച്ചുള്ള ഈ അവബോധം എന്ന് മാർക്സ് പറയുന്നുണ്ട്. അപ്പം അത് പ്രകൃതിയെക്കുറിച്ചുള്ള അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ധനതത്വശാസ്ത്ര വിമർശനത്തിൻ്റെ ഏറ്റവും ആഴമുള്ള ഗഹനമായ ഒരു സൈദ്ധാന്തിക സ്കീമയിലേക്ക് മാർക്സ് കടക്കുന്ന സന്ദർഭത്തിൽ തന്നെ മാർക്സ് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും മനുഷ്യനും രാഷ്ട്രീയ സമൂഹവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും, കാരണം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ യഥാർത്ഥത്തിൽ ഗവേൺ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല, ഗവേൺ ചെയ്യുന്നത്, അതിനെ ഭരിക്കുന്നത് മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ്. ഉൽപാദന ബന്ധങ്ങളാണ്
ഉൽപാദന ശക്തികളെ നിർണ്ണയിക്കുന്നത് പോലെ ഉൽപാദന ശക്തിയെ ഉപയോഗിക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് എന്നുള്ളത് കൊണ്ട് മാർക്സ് വളരെ സാരവത്തായി ഈ ഒരു ആശയം ആ ഘട്ടത്തിൽ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിമർശനത്തെയാണ് 1870-കളിൽ മാർക്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടെയാണ് ഈ നരവംശാസ്ത്ര കൃതികൾ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പ്രയോജനകരമായി മാറുന്നത്. എന്നാൽ അങ്ങനെ അദ്ദേഹം വായിക്കുമ്പോൾ അതിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ കുറിപ്പുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, 3 തലങ്ങളിൽ അദ്ദേഹത്തിന് പുതിയ ഒരു ദൈക്ഷണിക സംക്രമണം സംഭവിക്കുന്നു. അതായത് എങ്ങനെയാണോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തത്വചിന്തയിൽ നിന്ന് രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രത്തിലേക്ക് ഒരു ദൈക്ഷണിക സംക്രമണം അദ്ദേഹത്തിന് ഉണ്ടായത്. മാർക്സിന് വേണമെങ്കിൽ ഹെഗലിനെ വിമർശിച്ചുകൊണ്ട് കാന്റിനെ വിമർശിച്ചുകൊണ്ട് നിരന്തരം പുസ്തകങ്ങൾ എഴുതി ജീവിക്കാമായിരുന്നല്ലോ. അതല്ലോ അദ്ദേഹം ചെയ്യുന്നത്. തത്വചിന്താപരമായിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ ആദം സ്മിത്തിൻ്റെയും റിക്കാർഡോയുടെയും ഒന്നും പുറകെ പോകേണ്ട കാര്യമില്ലല്ലോ മാർക്സിന്. ആദ്യം അദ്ദേഹം എന്തുകൊണ്ടാണ് ഹെഗല് വളരെ ലളിതമായ രീതിയിൽ മാത്രമേ സമ്പദ്ശാസ്ത്രത്തെ സ്പർശിച്ചിട്ടുള്ളൂ, അധ്വാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. ആദം സ്മിത്തിൻ്റെ പഠനമാണ് യഥാർത്ഥത്തിൽ ഹെഗല് പോലും ഉപയോഗിക്കുന്നത്. അന്യവൽക്കരണം എന്ന് പറയുന്ന അത് ഉപയോഗിക്കാനായിട്ട് ആദം സ്മിത്തിൻ്റെ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്ന ആശയത്തിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടാണ് ഹെഗൽ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇതിനകത്ത് അത് കണ്ടെത്തുകയും കണ്ടെത്തി ഹെഗലിൽ മാത്രം സംതൃപ്തനാവാതെ മാർക്സ് ആദം സ്മിത്തിന്റെ മൂലകൃതിയിലേക്ക് പോവുകയും ആദം സ്മിത്തിന്റെ കാലത്തും അതിനു മുൻപും ജീവിച്ചിരുന്ന മുഴുവൻ സമ്പദ്ശാസ്ത്രജ്ഞന്മാരുടെയും കൃതികൾ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് അതിൻ്റെ വിമർശനത്തിനാണ് അദ്ദേഹം മുതിരുന്നത്. ഏതാണ്ട് സമാനമായ ഒരു ദൈക്ഷണിക പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഈ സമ്പദ് ശാസ്ത്ര വിമർശനത്തിൽ നിന്ന് നരവംശാസ്ത്ര വിമർശനത്തിലേക്ക് അദ്ദേഹം കടക്കുമ്പോൾ സംഭവിക്കുന്നത്. ഈ ഒരു വിച്ഛേദം, അതായത് സമ്പദ്ശാസ്ത്ര വിമർശനത്തിന് അനുപൂരകമായി എങ്ങനെയാണോ തത്വചിന്താ വിമർശനത്തിന് അനുപൂരകമായി അദ്ദേഹം രാഷ്ട്രീയ സമ്പദ്ശാസ്ത്ര വിമർശനം കൊണ്ടുവന്നത്, ആ രാഷ്ട്രീയ സമ്പദ്ശാസ്ത്ര വിമർശനത്തിനുള്ളിൽ ഉൽപാദന ശക്തികളുടെ വികാസത്തെക്കുറിച്ചുള്ള ഏകപക്ഷീയമായ വീക്ഷണത്തെ മറികടക്കുന്ന പ്രകൃതിശാസ്ത്ര ചിന്തകൾ അദ്ദേഹം കൊണ്ടുവന്നത്, അതിനനുബന്ധമായി നടക്കുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ ദൈക്ഷണിക പരിണാമ മാർക്സിൻ്റെ ചിന്തയിൽ ഉണ്ടാവുന്നതാണ് നരവംശാസ്ത്ര കുറിപ്പുകളിൽ നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒരു പ്രസക്തി അതാണ്. അതായത് രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രം ഒരു വശത്ത് വളരെ പ്രസക്തമായിരിക്കുമ്പോൾ തന്നെ അതുകൊണ്ട് മാത്രം നമ്മുടെ രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. മനുഷ്യനിലേക്ക്, മനുഷ്യ ചരിത്രത്തിലേക്ക്, മനുഷ്യൻ്റെ സംഘാടന രീതികളിലേക്ക്, മനുഷ്യൻ്റെ രാഷ്ട്രീയ സാമൂഹിക നിർമ്മിതികളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയേണ്ടതുണ്ട് എന്ന സൂക്ഷ്മമായ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് അദ്ദേഹം നരവംശാസ്ത്ര കൃതികൾ വായിക്കുന്നത്. ഏറ്റവും ദൗർഭാഗ്യകരമായ സംഗതി എന്ന് പറയുന്നത്, ഈ ഒരു പുസ്തകം എഴുതുന്നതിന് മുൻപ് അദ്ദേഹം മരിച്ചുപോയി എന്നുള്ളതാണ്. 1983 അദ്ദേഹം മരിക്കുമ്പോൾ 82 അദ്ദേഹം ഈ കുറിപ്പുകളെല്ലാം തന്നെ തയ്യാറാക്കുന്നത്. ഇതെല്ലാം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മൂലധനം രചിച്ചതിന് ശേഷം അദ്ദേഹം എഴുതിയതാണെന്ന് മാത്രമല്ല, മൂലധനം എഴുതിയതിന് ശേഷം മാത്രം എഴുതാൻ കഴിയുന്ന കാര്യങ്ങളാണ്. കാരണം അതിനു മുൻപ് ഈ പുസ്തകങ്ങൾ അവൈലബിൾ ആയിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ എൻ്റെ പുസ്തകത്തിൽ ഞാൻ പ്രധാനമായിട്ടും ഒരു 10 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. അതിൽ ആദ്യത്തെ അധ്യായത്തിൽ ഞാൻ പ്രധാനമായിട്ടും ഈ മാർക്സിയൻ ചിന്താ വ്യവസ്ഥയും അദ്ദേഹത്തിൻ്റെ കയ്യെഴുത്ത് പ്രതികളും തമ്മിലുള്ള ബന്ധം, അതായത് അദ്ദേഹത്തിൻ്റെ കയ്യെഴുത്ത് പ്രതികളെ 2 രീതിയിലാണ് ആളുകൾ വ്യാഖ്യാനിക്കുന്നത്. ഒന്ന്, ഈ കയ്യെഴുത്ത് പ്രതികളൊന്നും തന്നെ ഒട്ടും പ്രസക്തമല്ല, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, അതൊന്നും ഒട്ടും തന്നെ പ്രസക്തമല്ല, അത് മാർക്സുമായിട്ട് ബന്ധമില്ല, അല്ലെങ്കിൽ മാർക്സിസം അല്ല എന്നുള്ള രീതിയിൽ, അപ്രസക്തമാണ് എന്നുള്ള രീതിയിൽ. രണ്ടാമത്തേത്, അത് ശരിക്കും മാർക്സം തന്നെയാണ്, മാർക്സ് ജനിച്ചു വീണപ്പോൾ കരഞ്ഞത് തൊട്ട് മാർക്സത്തിലാണ് എന്ന് പറയുന്നുള്ള, പെറ്റു വീണപ്പോൾ അദ്ദേഹം നിലവിളിച്ചത് മാർക്സിസമാണ് എന്ന രീതിയിൽ ഇതെല്ലാം മാർക്സിസമാണ് എന്ന് പറയുന്ന വളരെ എക്സ്ട്രീമായിട്ടുള്ള ഒരു വാദഗതി. ഇത് മാർക്സമേ അല്ല, ഇതിന് മാർക്സുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറയുന്ന മറ്റൊരു വാദഗതി. ഈ 2 വാദഗതിയും യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നതല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പ്രകൃതിയുടെ ഉദാഹരണം തന്നെ എടുക്കുക. ജർമ്മൻ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്ന കൃതി മുഴുവൻ വായിച്ചിട്ടുള്ളവർക്കറിയാം, അതിൽ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളിലും മുതലാളിത്ത വ്യവസ്ഥയുടെ വിമർശനമുണ്ട്. മുതലാളിത്ത വ്യവസ്ഥയുടെ വിമർശനം ഏറ്റവും ലളിതമായും കുറച്ച് വേണമെങ്കിൽ ഫ്ലിംസി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലും അദ്ദേഹം നടത്തിയതിൽ ഒരു ഉൾക്കാഴ്ച അടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണെങ്കിലും ഞാൻ ഒരിക്കൽ കൂടി അത് ആവർത്തിക്കുകയാണ്, ഈ പുസ്തകത്തിൽ ഞാനത് പറയുന്നുണ്ട്. ഒരു കാര്യം മാർക്സ് ചോദിക്കുന്നത് എംഗൽസുമായിട്ട് ചേർന്ന് എഴുതിയ കൃതിയാണ്. ഈ വ്യാവസായിക വികസനം ഉണ്ടാവുകയാണ്, ഈ വ്യാവസായിക മാലിന്യങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് മാർക്സ് ചോദിക്കുകയാണ്. ഉയർന്നു വരുന്നതേ ഉള്ളൂ, ലോകത്ത് മുതലാളിത്തം ഉയർന്നു വരുന്നതേ ഉള്ളൂ, ഫാക്ടറികൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, വർഗ സമരം അതിൻ്റെ തീഷ്ണതയിലേക്ക് കടക്കുകയാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹം ചോദിക്കുന്നത്, ഈ മാലിന്യങ്ങളെല്ലാം ഇവർ നദികളിലേക്കാണ് ഒഴുക്കിവിടുന്നത്. ഇങ്ങനെ നദികളിലേക്ക് ഒഴുക്കിവിട്ടാൽ
ഈ നദികളിലെ മത്സ്യസമ്പത്തിന് എന്ത് സംഭവിക്കും? ഇവിടുത്തെ കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകൻ ചോദിച്ച ചോദ്യമല്ല, അങ്ങനെ നിസ്സാരമായി തള്ളണ്ടാണ്. മാർസ് ചോദിച്ചതാണ്, ജർമ്മൻ പ്രത്യയശാസ്ത്രത്തിൽ മാർസ് എടുത്ത് ചോദിച്ചതാണ്. പ്രകൃതി സമ്പത്ത് എന്ന് പറയുന്നതിനെ ഈ മാലിന്യങ്ങൾ, അത് മണ്ണിൽ രാസവളം ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പോലും മാർസ് അന്നേ ആകുലപ്പെട്ടു. മൂലധനത്തിന്റെ അധ്യായത്തിലുള്ളതാണ്, അത് മൂലധനത്തിന് പുറത്തുള്ളതല്ല. അദ്ദേഹം ഒരു കൂട്ടുകാരനോട് പറഞ്ഞ കാര്യമല്ല, ഒരു കത്തെഴുതിയത് മാത്രമല്ല. മൂലധനത്തിൽ അദ്ദേഹത്തിന്റെ വിശകലനത്തിന്റെ പ്രാഥമികമായ ഘടകമായി എഴുതി ചേർത്തതാണ് ഈ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലെ പ്രശ്നം എന്ന് പറയുന്നത്. ഇത് ജർമ്മൻ പ്രത്യയശാസ്ത്രത്തിൽ, അതായത് 40കളിൽ എഴുതുന്ന അപ്രകാശിത കൃതിയിൽ പോലും മുതലാളിത്ത വിമർശനവുമായി ബന്ധപ്പെട്ട് പ്രകൃതിയെ കൊണ്ടുവരുന്ന ഒരു സമീപനം. അതാണ് ഞാൻ ഇത് ഫ്ലിംസി എന്ന് പറഞ്ഞു. ഇത് അത്ര വലിയ ഗാഢമായ സൈദ്ധാന്തിക വിമർശനമല്ലല്ലോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ എന്താണ് നമ്മൾ കാണുന്നത്? മുതലാളിത്ത വിമർശനം എന്ന് പറയുന്നത് കേവലമായ സാമ്പത്തിക ശാസ്ത്ര വിമർശനം മാത്രമല്ല, മറിച്ച് അതിൻ്റെ സമീപനത്തിലുള്ള ഉൽപാദന ശക്തികളുടെ വികാസം കൊണ്ടുണ്ടാകുന്ന പരിണിത ഫലത്തെ നേരിടാനുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥ കൊണ്ട് മാത്രമേ യഥാർത്ഥത്തിൽ മുതലാളിത്തത്തിന് പകരം വെക്കാൻ സാധിക്കുകയുള്ളൂ എന്ന പരിചിന്തനമാണ് മാർസ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ നിഗമനം വളരെ പാർഷ്യലായിട്ടുള്ള ഒരു മാർജിനലായിട്ടുള്ള ഒരു പാർഷ്യലും മാർജിനലുമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് എന്ന് പറയാമെങ്കിൽ പോലും പിൽക്കാലത്ത് അദ്ദേഹം വികസിപ്പിച്ച അടിസ്ഥാന ധാരണ അതിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ തുടർച്ച എന്ന് ഞാൻ സാധാരണ പറയാൻ ആഗ്രഹിക്കാറുള്ളത്. ആ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ഈ നരവംശാസ്ത്ര കുറിപ്പുകൾ വായിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് മാർസിയൻ ചിന്താവ്യവസ്ഥയും ഈ കയ്യെഴുത്ത് പ്രതികളും തമ്മിലുള്ള ബന്ധം, ഈ കയ്യെഴുത്ത് പ്രതികളിലുള്ള പല നിഗമനങ്ങളും പിൽക്കാലത്ത്, അതായത് ധനതത്വശാസ്ത്ര വിമർശനത്തിൻ്റെ കാലത്ത് അദ്ദേഹം ടേക്കപ്പ് ചെയ്യാതിരുന്ന പല കാര്യങ്ങളും വീണ്ടും അദ്ദേഹം എടുക്കുകയാണ് നരവംശാസ്ത്ര കുറിപ്പുകൾ എഴുതുമ്പോഴേക്കും. അതായത് അദ്ദേഹത്തിൻ്റെ തത്വചിന്താപരമായ ഭൂതകാലത്തിലേക്ക് വേറൊരു തരത്തിൽ നരവംശാസ്ത്രമായി അദ്ദേഹം തിരിച്ചു പോവുകയാണ്. തത്വചിന്തകനായല്ല തിരിച്ചു പോകുന്നത്, അദ്ദേഹം തിരിച്ചു പോകുന്നത് നരവംശാസ്ത്രജ്ഞനായിട്ടാണ്. അതങ്ങനെ ഔദ്യോഗികമായി അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടില്ല, ഞാനൊരു നരവംശാസ്ത്രജ്ഞനാണ് എന്ന്. നേരത്തെ എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് വന്നില്ല. എനിക്കുറപ്പാണ് ഈ നരവംശാസ്ത്ര കുറിപ്പുകൾ വായിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അതൊരു പുസ്തകമാക്കാൻ അദ്ദേഹം വിചാരിച്ചിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഗംഭീരമായ ഒരു രാഷ്ട്രീയ നരവംശാസ്ത്ര പുസ്തകമായിട്ട് അത് മാറുമായിരുന്നു. നമ്മുടെ മനുഷ്യ ചരിത്രത്തെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ച്, സാമൂഹ്യ നിർമ്മിതിയെക്കുറിച്ച് ഇന്ന് മാർക്സിസം എന്നറിയപ്പെടുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ എന്ന് ധീരമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തൊക്കെ വിമർശനങ്ങൾ ഉണ്ടായാൽ പോലും ധീരമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മൾ മാർക്സിസം എന്ന് പറയുന്ന ചിന്താ വ്യവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായ ഒരു മാർക്സിസം അതിൽ നിന്ന് രൂപം കൊള്ളുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ ഏറ്റവും റൂഡിമെൻ്ററി ആയിട്ടുള്ള ചില ധാരണകളെയാണ് ഇഴപിരിച്ച് പരിശോധിക്കാൻ ഞാൻ ഈ പുസ്തകത്തിൽ ശ്രമിച്ചിട്ടുള്ളത്. അത് ഇതിൻ്റെ 2ാമത്തെ അധ്യായത്തിൽ 20ാം നൂറ്റാണ്ടിൽ ഈ അപ്രകാശിത കൃതികളുടെ വെളിച്ചപ്പെടലുകളെ സംബന്ധിച്ചിട്ടുള്ള രാഷ്ട്രീയമായ ഒരു വിചാരമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതായത് ഈ അപ്രകാശിത കൃതികൾ 20ാം നൂറ്റാണ്ടിലാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. രണ്ടെല്ലാം തന്നെ 20ാം നൂറ്റാണ്ടിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അത് 20ാം നൂറ്റാണ്ടിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ റഷ്യൻ വിപ്ലവത്തിന് ശേഷമാണല്ലോ മാർസിൻ്റെ കൃതികൾ എങ്ങനെയാണ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വ്യവസ്ഥാപിതമായി പ്രസിദ്ധീകരിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നത്. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നുണ്ട്. ആ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ കൃതികളെല്ലാം പ്രസിദ്ധീകരിക്കാൻ, കത്തുകളടക്കം മുഴുവൻ മാനുസ്ക്രിപ്റ്റും പരിശോധിക്കാനായിട്ട് അവകാശപ്പെടുന്നത്. പക്ഷേ ഇത് വിപ്ലവാനന്തര റഷ്യയുടെ രാഷ്ട്രീയവുമായി ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇതിൻ്റെ പ്രസിദ്ധീകരണം കൂടിക്കലരുകയാണ്. എന്തൊക്കെ പ്രസിദ്ധീകരിക്കേണ്ട എന്ന് ഒരു സ്റ്റാലിനിസ്റ്റ് രീതിയിൽ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് 20കളിൽ. ഉദാഹരണത്തിന് ഈ ഇക്കണോമിക് ആൻഡ് ഫിലോസഫിക്കൽ മാനുസ്ക്രിപ്റ്റ്സിലെ ചില സന്ദർഭങ്ങൾ ഒരു കടുത്ത രാഷ്ട്രീയ സമ്പദ്ശാസ്ത്ര മാർക്സിസത്തിന് പൂർണ്ണമായിട്ടും വഴങ്ങുന്ന ഒന്നല്ല. അതുകൊണ്ട് അതിൻ്റെ പ്രസിദ്ധീകരണം മാറ്റിവെക്കപ്പെടുന്നുണ്ട്. അത് പിന്നെ 30കളിലാണ് പ്രസിദ്ധീകരിക്കുന്നത്, ഇംഗ്ലീഷിലേക്കൊക്കെ വരുന്നത്. ഗണിതശാസ്ത്ര കൃതികളുടെയും കാര്യത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്. ജർമ്മനിയിൽ നിന്നുള്ള, ഞാൻ ഈ പുസ്തകത്തിൽ വിശദമായിട്ട് അതിൻ്റെ ചരിത്രം ചർച്ച ചെയ്യുന്നുണ്ട്. ഗണിതശാസ്ത്ര കൃതികൾ പ്രസിദ്ധീകരിക്കണോ വേണ്ടിയോ ഉള്ളതിനെക്കുറിച്ച് ചർച്ച നടന്നു. ഒരു ജർമ്മൻ ഒരു ഗണിതശാസ്ത്രജ്ഞൻ, മാർക്സിസ്റ്റ് ആയിട്ടുള്ള ഗണിതശാസ്ത്രജ്ഞൻ അതിനു വേണ്ടി വരുന്നുണ്ട്. അദ്ദേഹം ഐൻസ്റ്റൈനും ഒക്കെ ആയിട്ട് ഇതിനെപ്പറ്റി കത്തിടപാട് നടത്തുന്നുണ്ട്. ഈ ഗണിതശാസ്ത്രക്കുറിപ്പുകൾ വളരെ പ്രധാനമാണെന്ന് ഐൻസ്റ്റൈൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, അദ്ദേഹത്തിന് കത്തെഴുതുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇംഗ്ലീഷിലേക്ക് പ്രസിദ്ധീകരിക്കാൻ ഈ മാർഷൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തയ്യാറാകാഞ്ഞത് കൊണ്ട് ഇതെല്ലാം ജർമ്മൻ ഭാഷയിൽ തന്നെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴും അതിനകത്ത് പല ഭാഗങ്ങളും ജർമ്മൻ ഭാഷയിൽ തന്നെയാണ്. ഞാൻ ഈ AI സഹായത്തോടെയും ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയിലാണ് എന്നുള്ളത് കൊണ്ട് സഹപ്രവർത്തകരുടെ സഹായത്തോടു കൂടിയും ആ ഭാഗങ്ങൾ തർജ്ജമ ചെയ്ത് പരിശോധിച്ചപ്പോഴാണ്
എനിക്ക് മനസ്സിലായത് ഇതാണ് പറഞ്ഞിരിക്കുന്നത് എന്ന്. അതായത് മാർസിന്റെ ഗണിതശാസ്ത്ര കുറിപ്പുകളെ കുറിച്ച് ഇതാണ് ചർച്ച നടന്നത്, ഐൻസ്റ്റീൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെ എനിക്ക് ബോധ്യമായത് ആ ജർമ്മൻ വാചകങ്ങൾ ഇംഗ്ലീഷിലേക്ക് ഞാൻ വിവർത്തനം ചെയ്ത് വാങ്ങിയപ്പോഴാണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നരവശാസ്ത്ര കുറിപ്പുകളും മറ്റു കുറിപ്പുകളും ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചപ്പോഴും പലപ്പോഴും അന്യഭാഷയിലുള്ള വാചകങ്ങൾ അതേ ഭാഷയിൽ തന്നെ നിലനിർത്തി. ഇപ്പോൾ ഫ്രഞ്ച് ഭാഷയിലുള്ളത് ഫ്രഞ്ച് ഭാഷയിൽ തന്നെ നിലനിർത്തി, ജർമ്മൻ ഭാഷയിലുള്ളത് ജർമ്മൻ ഭാഷയിൽ തന്നെ നിലനിർത്തി. അപ്പോൾ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾ വായിച്ചാലും ഈ ഭാഗങ്ങൾ മനസ്സിലാകാതെ പോകുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പല നിഗമനങ്ങളും ഈ കത്തിടപാടുകളിലൊക്കെയുള്ള പല കാര്യങ്ങളും പുറത്തു വരാതിരുന്നു. മാത്രമല്ല അദ്ദേഹം ഈ ഗണിതശാസ്ത്രജ്ഞൻ പറയുന്നുണ്ട്, ഇവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം കുറച്ച് പ്രശ്നമാണ്. ജീവിക്കാനുള്ള വക കിട്ടുന്നു എന്ന് പറയാവുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് എനിക്ക് മാത്രമാണ്, മറ്റുള്ളവരുടെ സ്ഥിതി ഇതിലും ദയനീയമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഈ മാർഷൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് സ്റ്റാലിൻ വേണ്ട രീതിയിലുള്ള സഹായം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അതിൻ്റെ മുകളിൽ ഒരു വലിയ കണ്ണ് വെക്കുന്നുണ്ട് അദ്ദേഹം. അങ്ങനെയാണ് റൂബിൻ എന്ന് പറയുന്ന ധനതത്വശാസ്ത്രജ്ഞൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ കൃതികളുടെ എല്ലാം എഡിറ്ററായിരുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുണ്ടല്ലോ, അദ്ദേഹം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ ചുമതലയായിട്ട് നിന്നിരുന്ന. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ ഇല്ലിച്ച് റൂബിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇല്ലിച്ച് റൂബിനെ അറസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും അദ്ദേഹത്തോട് പ്രധാനമായിട്ടും ആവശ്യപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ മാർസ് ആൻഡ് എംഗൽസ് കളക്റ്റഡ് വർക്ക്സ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിനെതിരെ മൊഴി കൊടുക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ആദ്യം റൂബിൻ ഇതിന് തയ്യാറായി. ഈ സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ അദ്ദേഹം മറ്റേ ആളുടെ പേര് പറയും. ആ പേര് മൊഴിയായി സ്വീകരിച്ചിട്ട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതെന്ന് റൂബിന എന്ന് പറയുന്ന ഇല്ലിച്ച് റൂബിൻ എന്ന് പറയുന്ന ഈ മൂല്യ സിദ്ധാന്തത്തെക്കുറിച്ച് ഏറ്റവും ആഴമുള്ള ലേഖനങ്ങൾ അക്കാലത്ത് എഴുതിയ വ്യക്തിയാണ് ഇവാൻ ഇല്ലിച്ച് റൂബിൻ എന്ന് പറയുന്ന വ്യക്തി. മൂല്യത്തെക്കുറിച്ചുള്ള അബ്സ്ട്രാക്ട് ലേബർ, അമൂർത്ത അധ്വാനം, സാമൂഹിക അധ്വാനം, സോഷ്യലി നെസസറി ലേബർ ടൈം, ഇതിനെക്കുറിച്ചൊക്കെ മാർസിൻ്റെ വെറും സൂചനകളിൽ നിന്ന് വളരെ ആഴമുള്ള സൈദ്ധാന്തിക പരികല്പനകൾ വികസിപ്പിച്ച വ്യക്തിയാണ് ഈ ഐ റൂബിൻ എന്ന് പറയുന്ന ഇവാൻ ഇല്ലിച്ച് റൂബിൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹവും ഈ മറ്റു പലരും ഈ മാർഷൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവർത്തിച്ചിരിക്കുന്ന പലരും മാഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ചരിത്രത്തിൽ നിന്ന്. അതുപോലെ തന്നെ ഈ ഗണിതശാസ്ത്രത്തിൻ്റെ ചുമതല വളരെ പ്രസിദ്ധയായിരുന്ന ഒരു ഗണിതശാസ്ത്രജ്ഞയാണ് ഏർപ്പെടുത്തിയിരുന്നത്. പക്ഷേ അവരെയും അവസാനം അത് പ്രസിദ്ധീകരിക്കാൻ സമ്മതിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അതിൻ്റേതായ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ ഈ പുസ്തകത്തിലൊരു ഭാഗത്ത് അവസാനത്തെ അധ്യായങ്ങളൊന്നിൽ എത്നോളജിക്കൽ കുറിപ്പുകളുടെ പ്രസിദ്ധീകരണം ഒരു തിരിഞ്ഞു നോട്ടം എന്ന് പറയുന്ന അധ്യായത്തിൽ ഞാൻ ആ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഈ അപ്രകാശിത കൃതികൾ എന്ന് പറയുമ്പോൾ ഈ അപ്രകാശിത കൃതികൾക്കുള്ള പ്രസക്തി എന്ന് പറയുന്നത് അത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പിൽക്കാലത്ത് മാർസ് മുന്നോട്ട് വെച്ച ഈ നരവംശാസ്ത്ര കുറിപ്പുകളിൽ മുന്നോട്ട് വെച്ച ചില ആശയങ്ങൾ പ്രകാശിതമായിട്ടുള്ള കൃതികളാണ്. അതിലേക്ക് നമ്മൾ ആ രീതിയിൽ തിരിച്ചു. അതായത് ഈ കൃതികൾ നിലവിലുള്ള മാർക്സിസ്റ്റ് കൃതികളുടെ പശ്ചാത്തലത്തിൽ മാത്രമല്ലാതെ നരവംശാസ്ത്ര കൃതികളുടെ കൂടി പശ്ചാത്തലത്തിൽ പുനർവായനയ്ക്ക് വിധേയമാക്കുമ്പോൾ മാത്രമേ അത്തരത്തിൽ മാർക്സിസത്തിൻ്റെ ദൈഷ്ണികതയെക്കുറിച്ചിട്ടുള്ള കുറെ കൂടി സമഗ്രമായ ഒരു ചിത്രം കിട്ടുകയുള്ളൂ എന്ന ഒരു വിനീതമായ സന്ദേശമാണ് ഞാൻ എൻ്റെ ഈ പുസ്തകത്തിൽ നൽകാൻ ശ്രമിക്കുന്നത്. അതെന്തുകൊണ്ട് എന്നുള്ള ആദ്യത്തെ അത് കഴിഞ്ഞുള്ള മൂന്നാമത്തെ അധ്യായം ചിതറിയ കുറിപ്പുകളിലെ ചിന്താ സമഗ്രതകൾ എന്നാണ്. അതായത് ഞാൻ അവിടെ എന്താ പറയുക, വളരെ അങ്ങ് കൂട്ടിപ്പറയുന്നു എന്നുള്ള രീതിയിലല്ല, എങ്ങനെ വൈരുദ്ധ്യാത്മകമായി നമുക്ക് മാർസിൻ്റെ ഈ കൃതികളിലെ ഉൾക്കാഴ്ചകളെ അദ്ദേഹത്തിൻ്റെ പിൽക്കാല ഉൾക്കാഴ്ചകളുമായി ബന്ധിപ്പിക്കാം, എന്താണ് അതിലൊരു രാഷ്ട്രീയ സമഗ്രത ഉണ്ടാകുന്നത്, ചിന്താ സമഗ്രത ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചില തെളിവുകൾ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നിന്ന് തന്നെ കൂട്ടിവെക്കാനാണ് ഈ മൂന്നാമത്തെ അധ്യായത്തിൽ ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അതായത് ചിതറിയ കുറിപ്പുകളിലെ ചിന്താ സമഗ്രതകൾ. അതൊരു മാർക്സിസം നമ്മളിന്ന് കാണുന്ന രീതിയിൽ മാർക്സിസം രൂപപ്പെടുന്നത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് ഉള്ള ചില സവിശേഷമായ കാഴ്ചപ്പാടുകൾ ഈ അപ്രകാശിത കൃതികളിൽ നമുക്ക്, അതായത് ഈ അപ്രകാശിത കൃതികൾ എന്ന് പറഞ്ഞാൽ അപ്രമാദിത്വമുള്ള മാർക്സിസ്റ്റ് ഗ്രന്ഥങ്ങളാണെന്നോ അല്ലെങ്കിൽ അപ്രസക്തമായ മാർക്സിൻ്റെ മുൻകാല രചനകളാണെന്നോ ഒരു നിലപാടല്ല ഞാൻ എടുക്കുന്നത്. ഇത് അപ്രമാദിത്വമുള്ള മാർക്സിസ്റ്റ് രചനകളാണെന്നല്ല, അപ്രസക്തമായ മുൻകാല മാർക്സിൻ്റെ ചാബല്യമുള്ള കാലത്തെ, ദാർശനിക ചാബല്യമുള്ള കാലത്തെ രചനകളൊന്നുമല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ദൈക്ഷണിക സംക്രമണങ്ങളെ, അതായത് തത്വചിന്തയിൽ നിന്ന് രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രത്തിലേക്കും സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിലേക്കും അദ്ദേഹം മാറുകയും ഈ രാഷ്ട്രീയ സമ്പദ്ശാസ്ത്ര വിമർശനത്തിനും സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിനും അനുകൂലകമായി ഈ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തെ, അതാണ് മൂന്നാം ഘട്ടം. യഥാർത്ഥത്തിൽ നരവംശാസ്ത്രത്തിലേക്ക് മാത്രമല്ല അദ്ദേഹം കിടക്കുന്നത്. ഈ നരവംശാസ്ത്ര വിമർശനം എന്തിനാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്?
സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം ശക്തിപ്പെടുത്താനാണ്. അതായത് സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അതിൽ ജനാധിപത്യമുണ്ട്. സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഭരണകൂടത്തെക്കുറിച്ചിട്ടുള്ള ഭാവി ഭരണകൂടത്തെക്കുറിച്ചിട്ടുള്ള ചിന്തകളുണ്ട്. അതൊന്നും ആദ്യകാല കൃതികളിലില്ല. ഭരണകൂടം എന്ന് പറയുന്നതേ ഉള്ളൂ. കമ്മ്യൂണിസം വരുമെന്ന് പറയുന്നുണ്ട്. കമ്മ്യൂണിസം വന്നാൽ എന്താണ് ഭരണകൂട രൂപം എന്ന് പറയുന്നില്ല. സ്വകാര്യ സ്വത്തില്ല എന്ന് പറയുന്നുണ്ട്. സ്വകാര്യ സ്വത്തില്ലാത്ത സമ്പദ് വ്യവസ്ഥ, ഉൽപാദന ശക്തികൾ വികസിക്കുന്നതായിരിക്കണമെങ്കിൽ അതെങ്ങനെയാണ് ഭരിക്കപ്പെടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് മാർക്സ് ഒന്നും പറയുന്നില്ല ആ ഘട്ടത്തിൽ. അത് മാർക്സ് പറയാൻ ശ്രമിക്കുകയാണ് ഇവിടെ. ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത്. അതായത് സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചും സോഷ്യലിസ്റ്റ് ഭരണകൂടം എന്താണെന്നുള്ളതിനെക്കുറിച്ചും കൃത്യമായി മാർക്സിന് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സ്വയംവിമർശനപരമായ ഒരു കാഴ്ചപ്പാട് പരോക്ഷമായി മാർക്സ് മുന്നോട്ട് വെക്കുന്ന കൃതിയാണ് യഥാർത്ഥത്തിൽ ഈ നരവംശാസ്ത്ര കുറിപ്പുകൾ. അതാണ് അദ്ദേഹം മുൻകാലത്ത് പറഞ്ഞിട്ടുള്ള സോഷ്യലിസത്തിൻ്റെതായിട്ടുള്ള ആശയങ്ങളിലേക്ക് പലപ്പോഴും ഇവിടെ തിരിച്ചു പോകുന്നുണ്ട്. ഈ കൃതികളിൽ അദ്ദേഹം നോട്ടുകളിൽ അദ്ദേഹം തിരിച്ചു പോകുന്നുണ്ട്. അതാണ് ചിതറിയ കുറിപ്പുകളിലെ ചിന്താസമഗ്രത. അതായത് ഈ മാർക്സിൻ്റെ സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള കുറിപ്പുകൾ, ഗണിതശാസ്ത്ര കുറിപ്പുകൾ, മറ്റ് സമ്പദ്ശാസ്ത്ര കുറിപ്പുകൾ, ഗ്രൂന്ദ്രസയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പരികല്പനയുണ്ട്, ജനറൽ ഇൻ്റലക്റ്റ്, പൊതുബൗദ്ധികത എന്ന് പറയുന്നത് വളരെ സൈദ്ധാന്തികമായി പ്രാധാന്യമുള്ള ഒരു തിയറട്ടിക്കൽ പരികല്പനയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സമൂഹത്തിൽ അധ്വാനത്തിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നത് അല്ലെങ്കിൽ കൂലി എന്താണ് നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. എങ്ങനെയാണ് കൂലി നിശ്ചയിക്കുന്നത്? കൂലി നിശ്ചയിക്കുന്നത് മാർക്സ് പറയുന്നത് ഈ സോഷ്യലി നെസസറി ലേബർ ടൈം, സാമൂഹികമായി ആവശ്യമുള്ള അധ്വാനത്തെ. അപ്പോൾ സാധാരണ വിമർശകർ പറയാറുണ്ടല്ലോ, നിങ്ങൾക്ക് 4 കസേര ഉണ്ടാക്കാം, അയാൾക്ക് 5 കസേര ഉണ്ടാക്കാം, അയാൾക്ക് കൂലി കൊടുത്താൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ കൂലി നിശ്ചയിക്കുന്നത് ഒരു വ്യക്തിയുടെ ഏകപക്ഷീയമായ ഉൽപ്പാദനക്ഷമതയുടെ അടിസ്ഥാനത്തിലല്ല എന്നും അങ്ങനെയല്ല മാർക്സ് പറഞ്ഞിട്ടുള്ളത്. മാർക്സ് പകരം പറഞ്ഞ എന്താണ്? അത് നിശ്ചയിക്കുന്നത് സോഷ്യലി നെസസറി ലേബർ ടൈമാണ്, അതായത് സാമൂഹികമായ ആവശ്യമുള്ള അധ്വാനം എന്നാണ്. അത് നിശ്ചയിക്കുന്നത് എന്താണ്? സാങ്കേതിക വിദ്യയാണ്. അങ്ങനെയാണ് ഈ മാർക്സിയൻ വ്യവസ്ഥ പൂരിപ്പിക്കപ്പെടുന്നത്. അത്തരത്തിലുള്ള പരികൽപ്പനകളെ വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് മാർക്സത്തെ മുന്നോട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. ഈ ഓരോ വീലായിട്ട് ഊരിക്കളഞ്ഞുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ഈ പരികൽപ്പനകൾ ഈ മാർക്സിയൻ ചിന്താവ്യവസ്ഥയുടെ പ്രയാണത്തിന് അനിപേക്ഷണീയമായിട്ടുള്ള ഘടകങ്ങളാണ്. അതിൻ്റെ നട്ടും ബോൾട്ടും അതിൻ്റെ വീലും ഒക്കെ പല സ്ഥലങ്ങളിലായിട്ട് ഊരിയിട്ട് കഴിഞ്ഞാൽ ആ വണ്ടിക്ക് അധികം മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് പറയുന്നത് പോലെ മാർക്സിയൻ സൈദ്ധാന്തിക വ്യവസ്ഥ നിശ്ചലമായി പോകും ഇതെല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഇവ വീണ്ടും വീണ്ടും നമുക്ക് കൊണ്ടുവരേണ്ടി വരുന്നത്. അപ്പോൾ അത്തരത്തിൽ മാർക്സിയൻ വ്യവസ്ഥയുടെ ഈ ഒരു ചിന്താ സമഗ്രതയെ നരവംശാസ്ത്ര കുറിപ്പുകൾ ഒരു അർത്ഥത്തിൽ പൂരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മാർക്സ് ഒരു പുസ്തകം എഴുതിയിരുന്നെങ്കിൽ സാധിക്കുമായിരുന്നു. പക്ഷേ അതിന് പകരം അദ്ദേഹം എഴുതിയിട്ടുള്ള ഈ നോട്ടുകളിൽ തന്നെ, ഈ കുറിപ്പുകളിൽ നിന്ന് തന്നെ നമുക്ക് വലിയ ഒരു ഉൾക്കാഴ്ച ലഭിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ രണ്ടാം ഭാഗത്തിൽ ഞാൻ നരവംശാസ്ത്ര കുറിപ്പുകൾക്ക് ഒരു പ്രവേശിക എന്ന് പറഞ്ഞ് അതിനെ പരിചയപ്പെടുത്തുകയാണ്. എത്ര ഭാഗങ്ങളുണ്ട്, എന്തൊക്കെയാണ് അതിനെ എഴുതിയിട്ടുള്ളത്, ഏതൊക്കെ കൃതികളാണ് അദ്ദേഹം പരിശോധിച്ചിട്ടുള്ളത്, എന്തൊക്കെയാണ് ആ കൃതികളുടെ പ്രാധാന്യം, അവയുടെ ചരിത്രപരമായ പ്രസക്തി എന്താണ്, ഏതൊക്കെ ജോഗ്രാഫിക്കൽ റീജിയൻസിനെ ആ പുസ്തകങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. ഇന്ത്യയുണ്ട്, അമേരിക്കയുണ്ട്, മറ്റ് പ്രദേശങ്ങളുണ്ട്, പിന്നെ വേറൊരു തലത്തിൽ റഷ്യയുണ്ട് ഒരർത്ഥത്തിൽ. കാരണം റഷ്യയെ പറ്റിയുള്ളത് അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു നിഗമനമായിരുന്നു. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും, റഷ്യൻ വിപ്ലവം നടന്നു. റഷ്യൻ വിപ്ലവവുമായി മാർക്സുമായി ബന്ധപ്പെട്ട് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് മാർക്സിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട്. ഒന്ന്, മാർക്സിയൻ വിമർശനത്തിൽ നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം, യൂറോപ്പിൽ വിപ്ലവം നടക്കും എന്നാണ് മാർക്സ് പറഞ്ഞത്, റഷ്യയിൽ വിപ്ലവം നടക്കും എന്ന് മാർക്സ് പറഞ്ഞില്ല. പക്ഷേ വിപ്ലവം നടന്നത് റഷ്യയിലാണ്. ഇതോടുകൂടി മാർക്സിൻ്റെ ചിന്ത പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പലരും പറയാനുള്ളതാണ്. ആദ്യത്തേതിന് ഞാൻ മാർക്സിനെ തന്നെ ഉദ്ധരിക്കാം. ഇത് പറഞ്ഞ ഒരാളോട് മാർക്സ് ചോദിക്കുന്നുണ്ട്, മൂലധനത്തിൻ്റെ ഏതെങ്കിലും ഒരു പേജിൽ, അതാണല്ലോ എൻ്റെ പ്രധാനപ്പെട്ട പുസ്തകം, എവിടെയെങ്കിലും ഞാൻ വിപ്ലവം ആദ്യമായി നടക്കുന്ന യൂറോപ്പിലാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയാത്ത കാര്യം എൻ്റെ വായിൽ തിരികുന്നതിനാണ്. ഞാൻ അങ്ങനെ പറയാനുള്ളൊരു വിഡ്ഢിയല്ല ഞാനെന്നാണ് അദ്ദേഹം പറഞ്ഞത്. യൂറോപ്പിലാണ് വിപ്ലവം നടക്കുന്നത് പറഞ്ഞിട്ടില്ല. എന്നാൽ റഷ്യയിൽ വിപ്ലവം നടക്കുന്ന കാര്യം അദ്ദേഹം പ്രവചിച്ചോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പ്രവചിച്ചു. പ്ലഖനോവ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയ്ക്ക് എഴുതിയ റഷ്യൻ വിവർത്തനത്തിൻ്റെ ആമുഖം എഴുതുന്നത് മാർക്സാണ്. മാർക്സ് അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മാർക്സ് പറഞ്ഞിരിക്കുന്നത് റഷ്യ ഹാസ് ബിക്കം ദ വങ്കാർഡ് ഓഫ് റവല്യൂഷൻ ഇൻ യൂറോപ്പ് എന്നാണ്. അതായത് യൂറോപ്പിലെ വിപ്ലവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ വങ്കാർഡ്, അതിൻ്റെ മുന്നണിയിൽ വിപ്ലവം നടക്കാൻ സാധ്യതയുള്ള ഒരു പ്രദേശം റഷ്യയാണ് എന്നാണ്.
രണ്ടാമത്തെ കാര്യം, ഇത് ഒരു ഭാഗം, അതായത് റഷ്യൻ വിപ്ലവം നടക്കും എന്ന രീതിയിൽ മാർക്സ് പറഞ്ഞു എന്നുള്ളത് അതിൻ്റെ പ്രിഫേസ് വായിച്ചു നോക്കിയാൽ മതി, അതവിടെ ഉണ്ട്. അതുപോലെ തന്നെ മാർക്സ് തന്നെ എഴുതിയ കത്തിലാണുള്ളത്, ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മാർക്സ് പറയുന്നതുമുണ്ട്. അത് ഞാൻ ഇതിനകത്ത് ഉദ്ധരിക്കുന്നുമുണ്ട്, അദ്ദേഹത്തിൻ്റെ തന്നെ കൃതിയിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇത് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതുപോലെ വളരെ ശരിയാണ്. പക്ഷെ ആ പുകമറ ഇനി നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് ഒഴിവാക്കാം, ആ പുക പടലം നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം, അങ്ങനെ മാർക്സ് പറഞ്ഞിട്ടില്ല. പക്ഷെ അതല്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ആ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നരവംശാസ്ത്ര കുറിപ്പുകൾ വായിക്കുന്ന ഘട്ടത്തിലാണ് റഷ്യയിലെ ഒരു വിപ്ലവകാരിയായ സ്ത്രീ, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ മാർക്സിന് ഒരു കത്തെഴുതുന്നത്. ആ കത്തെഴുതുന്നതിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ആ കത്തിൽ പറയുന്നത്, ഞങ്ങളിവിടെ ധാരാളം ഈ സോഷ്യൽ ഡെമോക്രാറ്റുകളും മാർക്സിസ്റ്റുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കോമൺ പ്രോപ്പർട്ടി ആയിട്ട്, സ്വകാര്യ സ്വത്തല്ലാത്ത വലിയ ഒരു ഉൽപാദന ബന്ധം നിലനിൽക്കുന്നുണ്ട് റഷ്യയിൽ, കമ്മ്യൂണുകൾ ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന കമ്മ്യൂണുകളിൽ ഏതാണ്ട് സോഷ്യലിസ്റ്റ് രാഷ്ട്രീയമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ കമ്മ്യൂണുകൾ ഇങ്ങനെ നിലനിൽക്കും. പക്ഷേ നിങ്ങളുടെ അനുയായികൾ എന്ന് പറയുന്നവർ, മാർക്സിസ്റ്റുകൾ എന്ന് പറയുന്നവർ പറയുന്നത്, വ്യാവസായിക വിപ്ലവം നടക്കുകയും വ്യാവസായിക തൊഴിലാളി വർഗം ഉണ്ടാവുകയും വ്യാവസായിക തൊഴിലാളി വർഗം വിപ്ലവം നടത്തി കൊണ്ട് മാത്രമേ സോഷ്യലിസം സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. ഇതിനെപ്പറ്റി നിങ്ങൾ എന്താണ് പറയുന്നത്? ഇവിടെ വലിയ സംശയം നിലനിൽക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ. നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചൊരു കത്ത് എഴുതുന്നുണ്ട്. അപ്പോൾ ആ കത്തിന് 300 വാക്കുകളുള്ള ഒരു മറുപടി മാർക്സ് എഴുതുന്നുണ്ട്. പക്ഷേ ഈ 300 വാക്കുകളുള്ള മറുപടി എഴുതാനായിട്ട് അദ്ദേഹം 4 കരട് കത്തുകൾ ഉണ്ടാക്കുന്നുണ്ട്. 4000 വാക്കുകളുള്ള, 3000 വാക്കുകളൊക്കെ ഉള്ള 4 കരടുകൾ അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട്. ആ കത്തിൽ മുഴുവനും അദ്ദേഹം ഈ നരവംശാസ്ത്ര കുറിപ്പുകളിൽ നിന്നുള്ള ഭാഗങ്ങളാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. പിന്നെ 300 വാക്കുള്ള ഒരു കത്താണ് അവസാനം അയക്കുന്നത്. അതിൻ്റെ കാച്ചിക്കുറുക്കിയ അതിൻ്റെ നിഗമനം മാത്രമാണ് അയക്കുന്നത്. ഇതെല്ലാം ഉദ്ധരിക്കുന്ന ഭാഗങ്ങളാണ് കരടിൽ തയ്യാറാക്കിയിട്ടുള്ളത്. അത് മുഴുവൻ ഉദ്ധരിച്ചതിന് ശേഷം അദ്ദേഹം എത്തിച്ചേർന്ന നിഗമനം ഏറ്റവും ഷാർപ്പായി, അത് യാതൊരു ആംബിഗ്വിറ്റി ഇല്ലാതെയാണ് കത്തെഴുതുന്നത് വളരെ ആംബിഗ്വിറ്റി ഇല്ലാതെയാണ്. അദ്ദേഹം പറയുന്നത്, റഷ്യൻ വിപ്ലവം എന്തിനാണ് ഈ ഹിംസാത്മകമായ തൊഴിലാളി വർഗ വിപ്ലവമായി നടത്തുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. കമ്മ്യൂണുകൾ ഉണ്ടെങ്കിൽ സമാധാനപരമായി ഈ കമ്മ്യൂണുകളെ ഈ പൊതു ഉടമസ്ഥതയിലുള്ള കോമൺ പ്രോപ്പർട്ടിയെ സോഷ്യലിസ്റ്റ് പ്രോപ്പർട്ടിയായി മാറ്റാൻ സാധിക്കും. അങ്ങനെ മാറ്റാൻ സാധിക്കുകയാണെങ്കിൽ റഷ്യൻ വിപ്ലവത്തിനുള്ള യഥാർത്ഥ മാർഗം ഈ കോമൺ പ്രോപ്പർട്ടിയിൽ അധിഷ്ഠിതമായ സമൂഹങ്ങളെ സോഷ്യലിസ്റ്റ് സമൂഹങ്ങളാക്കി പരിവർത്തനം ചെയ്യുന്നതാണ്. അതിന് ഒരു ചോരയും ചിന്തേണ്ട കാര്യമില്ല എന്നാണ് മാർക്സ് അതിന് മറുപടിയായിട്ട് അവർക്ക് കത്തയക്കുന്നത്. അതിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നതിനുള്ള കാരണം, ഈ നരവംശാസ്ത്ര കുറിപ്പുകളിൽ പ്രാചീന സമുദായങ്ങളെക്കുറിച്ചിട്ടുള്ള നിരവധിയായ നിഗമനങ്ങൾ അദ്ദേഹം അടുക്കി ചേർക്കുകയും ആ സമൂഹങ്ങളൊക്കെ തന്നെ രൂപീകരിക്കപ്പെട്ട ഭൗതിക സാഹചര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മുതലാളിത്ത വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാമൂഹിക രൂപീകരണത്തിനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് എന്ന് അദ്ദേഹം നിരന്തരം ആ കുറിപ്പുകളിൽ പല ഘട്ടങ്ങളിലായി സൂചിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എത്തിച്ചേർന്നൊരു നിഗമനമാണ് അദ്ദേഹം ഈ വെരാസ്ലവിച്ചിനുള്ള കത്തിൽ അദ്ദേഹം പറയുന്നത്, ആറ്റിക്കുറുക്കി അദ്ദേഹം പറയുന്നത്. പക്ഷേ അതിൻ്റെ ദൗർഭാഗ്യകരമായ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, വെരാസ്ലവിച്ച് ആവട്ടെ, ലെനിൻ ആവട്ടെ, ട്രോട്സ്കി ആവട്ടെ, സ്റ്റാലിൻ ആവട്ടെ, പ്ലഗ്നോവ് ആവട്ടെ, ആരും തന്നെ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ആരും ഇതിനെപ്പറ്റി കണക്കിലെടുത്തില്ല എന്ന് പറഞ്ഞതുപോലെ അവരാരും തന്നെ ഇതിന് കണക്കിലെടുക്കുന്നില്ല. ലെനിൻ പോലും കണക്കിലെടുക്കുന്നില്ല. ലെനിൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗഹനമായി ഉള്ള രേഖകൾ മുഴുവൻ ഉപയോഗിച്ച് ഈ കോമൺ പ്രോപ്പർട്ടി അല്ല പ്രധാനപ്പെട്ട സാമൂഹിക വൈരുദ്ധ്യം വ്യാവസായിക മേഖലയിലെ മൂലധന അധ്വാന വൈരുദ്ധ്യമാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഡെവലപ്മെന്റ് ഓഫ് ക്യാപിറ്റലിസം ഇൻ റഷ്യ എന്ന് പറയുന്ന പുസ്തകം എഴുതുകയാണ് ചെയ്തത്. വളരെ ഗഹനമായ പുസ്തകമാണ്, വസ്തുതാപരമായി വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിൽ തമസ്കരിക്കപ്പെട്ടത് ഈ വെരാസ്ലവിച്ച് മാർക്സിനോട് ഉന്നയിച്ച ഈ ചോദ്യമാണ്. ആ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സംഘാടനത്തിന് പകരം കൂടുതൽ എളുപ്പമായ ഒന്ന് സൈനിക വിപ്ലവമാണ് എന്നൊരുപക്ഷെ ലെനിന് തോന്നിയത് കൊണ്ടായിരിക്കാം ലെനിൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൂടുതൽ സൈനികവൽക്കരിക്കുന്നതിലേക്ക് കൊണ്ടുപോയത്. പക്ഷെ ഞാൻ പറയുന്നത് അതൊരു മാർഗമായി ലെനിൻ കണ്ടു എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും വെരാസ്ലവിച്ച് അടക്കമുള്ള ആരും തന്നെ അതിലേക്ക് പിന്നീട് മാർക്സിൻ്റെ ഈ നിഗമനത്തിലേക്ക് പോകുന്നില്ലെങ്കിൽ പോലും അത്തരത്തിലൊരു സാധ്യത, അതായത് സോഷ്യൽ ഡെമോക്രസിയിൽ നിന്ന് സോഷ്യലിസത്തിലേക്കും പോകാവുന്ന ഒരു സാമൂഹിക പരിണാമം സാധ്യമാണ് എന്ന് മാർക്സ് പ്രധാനമായും നിഗമനത്തിൽ എത്തിച്ചേരുന്നത്
വെറുതെ ഒരു കത്ത് എഴുതുന്നതല്ല, മറിച്ച് നിരന്തരം ഈ നരവംശാസ്ത്ര കുറിപ്പുകളിൽ അദ്ദേഹം പരാമർശിച്ച കാര്യത്തെ അദ്ദേഹം വീണ്ടും മാറ്റിക്കുറുക്കി ആ കത്തിൽ മറുപടിയായിട്ട് എഴുതുന്നതാണ്. അതാണ് ഈ കത്തിലെ ഒരു പ്രവേശിക എന്നുള്ള രീതിയിൽ ഞാൻ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം. പിന്നൊന്ന്, രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രത്തിൽ നിന്ന് നരവംശാസ്ത്രത്തിലേക്ക് എന്നുള്ളതാണ് അധ്യായം 5-ൻ്റെ പേര്. അതെന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് രാഷ്ട്രീയ സമ്പദ്ശാസ്ത്ര വിമർശനം, മൂലധനം പോലെയുള്ള ഒരു വലിയ സൈദ്ധാന്തിക കൃതി അത് എഴുതുന്നതിന് എന്ത് ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ ആലോചിക്കണം. എത്രമാത്രം ഗവേഷണം നടത്തണം, അന്നത്തെ കാലമാണ്. ഈ രേഖകൾ മുഴുവൻ സംഘടിപ്പിക്കണം. അതിനെല്ലാം ഒരു ജ്ഞാന സിദ്ധാന്തത്തിലൂടെയാണ് വിശദീകരിക്കുന്നത്. വെറുതെ ചറപറ എന്ന് കുറേ നിഗമനങ്ങൾ എഴുതി വെക്കുകയല്ല. ആ നിഗമനങ്ങൾ തമ്മിലുള്ള പൂർവാപര പൊരുത്തമെന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അതിനെ നൂലിഴ കൊണ്ട് ചേർത്തിരിക്കുന്ന ഈ സൈദ്ധാന്തികതയിലൂടെയാണ്. അതാണല്ലോ നമ്മൾ മാർക്സിസം എന്ന് പറയുന്നത്. ആ മാർക്സിസം ഉണ്ടാവുകയാണ്. ഈ മൂലധനത്തിൻ്റെ രചന എന്ന് പറയുന്നത് വെറുതെ ഒരു കൃതിയുടെ രചനയല്ല. അത് മാർക്സിസം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ജനിക്കുകയാണ്, അവിടെ പിറവിയെടുക്കുകയാണ്. ഒരു ദൈക്ഷണിക ചിന്താഗതി, നമ്മൾ ഇസം ചേർത്ത് പറയുന്ന ഈ മാർക്സിസം എന്ന് പറയുന്നത് ജനിക്കുകയാണ് ആ മൂലധന രചനയിലൂടെ. കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മൂലധന രചനയുടെ പശ്ചാത്തലത്തിൽ അതിൽ നിന്ന് നരവംശാസ്ത്രത്തിലേക്ക് അദ്ദേഹം പോകുന്ന വഴി ഏതാണ് എന്നാണ് ഞാൻ പരിശോധിച്ചത്. അതാണ് സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ വികാസം വരുന്നത്. അതായത് ഫ്രാൻസിലെ വർഗ്ഗസമരങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ശരി, ഈ ബ്രുമേർ 18-ൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, മാർക്സ് പറഞ്ഞ പാരീസ് കമ്മ്യൂണിൻ്റെ ആണെങ്കിലും ശരി, പറഞ്ഞ ചില കാര്യങ്ങളെ അതിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോയി ഈ പ്രാചീന ഗോത്ര സമൂഹങ്ങളുടെ സാമൂഹിക സംഘാടനത്തിൽ നിന്ന് പുതിയ സമൂഹത്തിൻ്റെ, മുതലാളിത്തേതരമായ സമൂഹത്തിൻ്റെ പിറവിക്കുള്ള ചില സൂചനകൾ നമുക്ക് ലഭിക്കുന്നു എന്ന് കൃത്യമായി, അത് സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ചാണെങ്കിലും ശരി, സാമൂഹിക ബന്ധങ്ങളെക്കുറിച്ചാണെങ്കിലും ശരി, സ്വത്തിനെക്കുറിച്ചാണെങ്കിലും വർഗത്തെക്കുറിച്ചാണെങ്കിലും ശരി, വ്യത്യസ്തമായ കാഴ്ചപ്പാടിനുള്ള സാധ്യത ഈ പഠനങ്ങൾ നൽകുന്നുണ്ട് എന്ന് മാർക്സ് വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതാണ് ആ അധ്യായത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത്. പിന്നെ 6-ാം അധ്യായത്തിലേക്ക് ഞാൻ പിന്നീട് വരാം. 7-ാമത്തെ അധ്യായം ഇതിൻ്റെ തുടർച്ചയാണ്. അതായത് ഇറുഗ്വായ് എന്ന് പറയുന്ന ഒരു കോൺഫെഡറസി ഉണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ നോക്കാം. ഇറുഗ്വായ് എന്ന് പറയുന്ന ഒരു കോൺഫെഡറസി നിലനിന്നിരുന്നു അമേരിക്കയിൽ. ഗോത്ര ഇതാണ്. അതിൻ്റെ സംഘാടനത്തെക്കുറിച്ച് വളരെ കൃത്യമായി മാർക്സ് പഠിക്കുകയാണ്. അപ്പോൾ മാർക്സ് പഠിച്ചപ്പോൾ അതൊരു ജനാധിപത്യമാണോ എന്ന് മാർക്സ് മനസ്സിലാക്കുന്നു. ആളുകളെ, പ്രതിനിധികളെ തിരിച്ചു വിളിക്കാൻ പോലും അധികാരമുള്ള ഒരു ജനാധിപത്യ വ്യവസ്ഥയാണ് അവിടെ നിലനിന്നിരുന്നത്. അതിനുശേഷം മാർക്സ് പറയുന്ന നിഗമനമാണ് പ്രധാനം. മാർക്സ് കുറിപ്പുകളിൽ പറയുന്നത് ജനാധിപത്യവും മുതലാളിത്തവും തമ്മിൽ ആണ് ബന്ധം എന്ന് നമ്മൾ ശാഠ്യം പിടിക്കേണ്ട കാര്യമില്ല. മുതലാളിത്തത്തിന് മുൻപും ജനാധിപത്യം, അതായത് ഗ്രീക്ക് ജനാധിപത്യം പോലുള്ള ജനാധിപത്യമല്ല, മറിച്ച് രാഷ്ട്രീയമായ ജനാധിപത്യം നിലനിന്നിരുന്നു എന്നും ആ ഗോത്ര സമൂഹങ്ങളുടെ ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന് പുതിയ ജനാധിപത്യ രാഷ്ട്രീയത്തിന് പഠിക്കാനുണ്ട് എന്നും മാർക്സ് സൂചിപ്പിക്കുകയാണ്. അതാണ് ഇറുഗ്വായ് കോൺഫെഡറസിയും ആധുനിക സിവിൽ സമൂഹം എന്ന് പറയുന്ന എൻ്റെ അധ്യായത്തിൽ എങ്ങനെയാണ് ആധുനിക സിവിൽ സമൂഹത്തെക്കുറിച്ചുള്ള മാർക്സിൻ്റെ നിരീക്ഷണങ്ങൾ ഈ ഇറുഗ്വായ് സാമൂഹിക വ്യവസ്ഥയെക്കുറിച്ചിട്ടുള്ള പഠനവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം വികസിപ്പിക്കുന്നത് എന്ന് ഞാൻ ചർച്ച ചെയ്യുന്നൊരു അധ്യായമാണത്. അതിനുശേഷം ഉള്ളത് മാർക്സും കൊളോണിയലിസവും. അത് ഞാൻ ഈ അധ്യായം 6-ൻ്റെ കാര്യം പറയുമ്പോൾ കൂടെ പിന്നെ എത്നോളജിക്കൽ കുറിപ്പുകളുടെ ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ തിരിഞ്ഞുനോട്ടവും, പിന്നെ മറ്റൊരു അധ്യായം അനുബന്ധമായി ചേർന്നിട്ടുള്ളത് കമോഡിറ്റി ഫെറ്റിസവും പോസ്റ്റ്ഹ്യൂമൻ മാർക്സിസ്റ്റ് വിചാരം. അത് നേരിട്ട് ഇതുമായിട്ട് ബന്ധമുള്ളതല്ല, മറിച്ച് ഈ നരവംശാസ്ത്ര കൃതികളിൽ നിന്ന് ഉള്ള ചില ഭാഗങ്ങൾ മാർക്സിൻ്റെ മൂലധനത്തിൻ്റെ ആദ്യ അധ്യായമായ കമോഡിറ്റി ഫെറ്റിസം എന്ന് പറയുന്ന ആശയം ചർച്ച ചെയ്യുന്ന മാർക്സിൻ്റെ ആദ്യ അധ്യായത്തിൽ, കാരണം ആദ്യ അധ്യായം മാറ്റി നിർത്തി മൂലധനം വായിക്കണം എന്നൊക്കെ പലരും പറയാറുണ്ടല്ലോ, കട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതെങ്ങനെയാണ് ഇത് തമ്മിൽ ബന്ധപ്പെടുന്നത് എന്നുള്ളത് ഞാൻ ചർച്ച ചെയ്യുന്നതാണ്. അവസാനത്തെ അധ്യായം ഞാൻ തൽക്കാലം മാറ്റിവെക്കുകയാണ്. 6-ാം അധ്യായം എന്ന് പറയുന്നത് മാർക്സിൻ്റെ ബ്രാഹ്മണ്യ വിമർശനവും നവസാമൂഹികതയുടെ മാർക്സിയൻ സാധ്യതകളും എന്നുള്ളതാണ്. അതായത് ഈ നരവംശാസ്ത്ര കുറിപ്പുകളിൽ നിരന്തരം നമ്മൾ കാണുന്ന ഒരു കാര്യം, ലിംഗസമത്വത്തെക്കുറിച്ചിട്ടുള്ള മാർക്സിൻ്റെ വീണ്ടുമുള്ള ആശയങ്ങൾ അദ്ദേഹം കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ലിംഗസമത്വത്തിൻ്റെ ഉദാഹരണങ്ങൾ അദ്ദേഹം ചരിത്രത്തിൽ ഉദ്ധരിക്കുന്നു. അപ്പോൾ തന്നെ അദ്ദേഹം പറയുന്നു, ഇത് പൂർണ്ണമായും ലിംഗസമത്വം ഉണ്ടായിരുന്ന സമൂഹങ്ങളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, പക്ഷേ ഇത്രയും ലിംഗസമത്വം അക്കാലത്ത് ഉണ്ടാകാമെങ്കിൽ മുതലാളിത്ത ആനന്തര സമൂഹത്തിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ലിംഗസമത്വം ഉണ്ടാക്കാം. അദ്ദേഹം ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്. ഇതിനെ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്ധരണി, അതായത് ആ ഭാഗം ഞാൻ ഒന്നുകിൽ വായിക്കാം. അതായത് അദ്ദേഹം പറയുന്നുണ്ട്, ദി വിമൻ അലൗഡ് ടു എക്സ്പ്രസ് their wishes and opinions through an orator of their own election, decision given by the male council എന്നാണ്. അതായത് സ്ത്രീകൾക്ക് സംസാരിക്കാനുള്ള അവകാശം കൊടുക്കുന്ന ആദ്യത്തെ ഒരു സമൂഹം ഉണ്ടാകുന്നു, പക്ഷേ അതിൻ്റെ ഒരു മീഡിയേഷൻ മെയിലിൻ്റെ ഉണ്ടാകുന്നുണ്ട്. ഈ മീഡിയേഷൻ മെയിലിനെ ഒഴിവാക്കിക്കൊണ്ട്
സ്ത്രീകൾക്ക് പൂർണ്ണമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന അവസ്ഥയാണ് ഉണ്ടാവേണ്ടത് എന്ന് പറയാനാണ് അദ്ദേഹം അത് ഉദ്ധരിക്കുന്നത്. അപ്പോൾ രണ്ടാമത് അദ്ദേഹം പറയുന്നത് മാർസിന്റെ വളരെ സവിശേഷമായ ഒരു നിഗമനം, ഞാൻ ആ ഭാഗം വായിക്കാം. സ്ത്രീ പുരുഷ സമത്വം കേവലം പിതൃ അധികാര ഘടനയുടെ മാത്രം സൃഷ്ടിയല്ലെന്നും. അതാണ് മാർക്സിസ്റ്റ് ഫെമിനിസം കുറെ കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. പാട്രിയാർക്കി എന്ന് പറയുന്നത് ആണ് ഈ ലിംഗ സമത്വത്തിന്റെ അസമത്വത്തിന്റെ പ്രധാന ഘടകം എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത്. പക്ഷെ മാർക്സ് അതല്ല പറയുന്നത്. മാർക്സ് പറയുന്നത് ആദിമ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാവുന്ന സമൂഹങ്ങളിലെ ലിംഗവിഭജനത്തിൽ നിന്നു തന്നെ ഉയർന്നു വന്നതാണ് എന്നാണ്. അതായത് കേവലം സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം വന്നാൽ എല്ലാം പരിഹരിക്കുമെന്ന് പറയുന്നത് ശരിയല്ല എന്ന് ഭംഗ്യന്തരേണ മാർക്സ് നേരത്തെ തന്നെ സൂചിപ്പിക്കുകയാണ്. ഇത് സവിശേഷമായി ശ്രദ്ധ അർഹിക്കുന്ന മറ്റൊരു വിഷയമാണ്, നരവംശാസ്ത്രപരമായ വിഷയമാണ്. ഇതിനെ ആ രീതിയിൽ കൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് അടിവരയിട്ട് മാർക്സ് പറയുകയാണ്. അതിന് അദ്ദേഹം പറയുന്നത് ഉൽപാദന രീതികളുടെ മാറ്റത്തിനനുസരിച്ച് പ്രായോഗിക രൂപങ്ങളിൽ മാറ്റം വരാമെങ്കിലും സ്വാതന്ത്ര്യം, സമത്വം തുടങ്ങിയ കാര്യങ്ങളിൽ യാഥാസ്ഥിതികത്വം ഉൽപാദന രീതികൾക്ക് അതീതമായ നൈരന്തര്യമുള്ളവയാവാമെന്നും അവയെ അഭിമുഖീകരിക്കാൻ സവിശേഷമായ സാമൂഹിക രാഷ്ട്രീയ പ്രയോഗങ്ങൾ വേണ്ടതുണ്ടെന്നുമുള്ള ഒരു ഉൾക്കാഴ്ചയാണ് മാർക്സ് നൽകുന്നത്. അതായത് മുതലാളിത്തം മാറി സോഷ്യലിസം വന്നാൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതല്ല രാഷ്ട്രീയ സ്വാതന്ത്ര്യവും ലിംഗസമത്വവും എന്ന കാഴ്ചപ്പാടാണ് ഇതിലൂടെ വെളിവാകുന്നത്. അതിന് അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിഗമനമുണ്ട്. അത് കുടുംബത്തിൻ്റെ അപനിർമ്മാണം എന്ന് ഞാൻ പറയുന്ന ഒരു ഭാഗം ഈ പുസ്തകത്തിലുണ്ട്. അതായത് ഈ കുടുംബം എന്ന് പറയുന്ന സങ്കല്പത്തെ ആദ്യമായി ക്രിയാത്മകമായി വിമർശനാത്മകമായി സമീപിക്കുന്ന ചിന്തകൻ മാർക്സാണ്. അതിനു മുമ്പ് കുടുംബം എന്ന് പറയുന്ന പരികല്പനയെ ആ രീതിയിൽ വിമർശനാത്മകമായി ചിന്തിച്ചിട്ടില്ല. അതായത് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ എം ഗെംഗൽസിൻ്റെ നരവംശാസ്ത്ര കുറിപ്പുകളിലെ അതിൻ്റെ ഫാമിലി, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിലാണല്ലോ നമ്മളിത് സന്ധിക്കുന്നത്. പക്ഷെ അതിന് കാരണമായത് മാർക്സിൻ്റെ ഈ കുറിപ്പാണ്. അതിൽ അദ്ദേഹം പറയുന്നത് മാർക്സ് അർത്ഥശങ്കയില്ലാത്ത വിധം പിതരധികാര വ്യവസ്ഥയ്ക്ക് എതിരായിരുന്നു. മാർക്സിന്റെ യുവ ഹെഗേലിയൻ കാലഘട്ടത്തിലെ ചില സന്ദേഹങ്ങൾക്ക് ശേഷം പാട്രിയാർക്കൽ കുടുംബം നിർമ്മാർജ്ജനം ചെയ്യപ്പെടേണ്ട ഒരു സ്ഥാപനമാണെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഫാമിലി എന്ന വാക്കിൻ്റെ തന്നെ നിരുക്തി ഉപയോഗിച്ച് അദ്ദേഹം അതിൻ്റെ വർഗ സ്വഭാവവും പുരുഷ മേൽക്കോയ്മയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് മാർക്സ് ഈ ഫാമിലി എന്ന വാക്കിനെ അപനിർമ്മിക്കുന്നുണ്ട്, കുടുംബം എന്നുള്ള പദത്തെ അദ്ദേഹം അപനിർമ്മിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ആധുനിക കുടുംബം അടിമത്തത്തിൻ്റെ മാത്രമല്ല അടിയാളത്വത്തിൻ്റെയും ഘടകങ്ങൾ ഭ്രൂണത്തിൽ തന്നെ അടങ്ങിയിട്ടുള്ളതാണ് എന്നാണ്. ഈ ഏംഗൽസിൻ്റെ പുസ്തകത്തിൽ നിങ്ങൾ ഈ വാചകം കാണൂല. നോട്ട് ഓൺലി സ്ലേവറി ബട്ട് സെർഫ്ഡം ഓൾസോ എന്നാണ്. ഫാമിലി എന്ന് പറഞ്ഞാൽ അടിമത്തം മാത്രമല്ല അടിയാളത്വവും, സ്ലേവറി ആൻഡ് സെർഫ്ഡം അടങ്ങിയിട്ടുള്ളതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ കാരണം കുടുംബത്തിൻ്റെ ഉത്ഭവം കാർഷിക വൃത്തിയുമായി കൂടി ബന്ധപ്പെട്ടതാണ്. കുടുംബം അതിൻ്റെ ഉള്ളിൽ സമൂഹത്തിലെ മറ്റെല്ലാ വൈരുദ്ധ്യങ്ങളെയും കൂടി, വർഗവൈരുദ്ധ്യം അടക്കം അലിയിച്ചു ചേർത്തിട്ടുണ്ട് എന്നായിരുന്നു മാർക്സിൻ്റെ വീക്ഷണം. അതിൽ അദ്ദേഹം പറയുന്നത് കുടുംബം എന്നാൽ ബന്ധുക്കളുടെ ഒരു യൂണിറ്റ് മാത്രമല്ലെന്നും യഥാർത്ഥത്തിൽ ഫാമുലസ്, വീട്ടടിമ എന്ന പദത്തിൽ നിന്നും ഉണ്ടായതാണെന്നും ഉള്ളതിന് വലിയ പ്രാധാന്യമാണ് മാർക്സ് നൽകുന്നത്. ഫാമില എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു പുരുഷന്റെ ഉടമസ്ഥതയിലുള്ള മൊത്തം അടിമകൾ എന്നതായിരുന്നു. ഈ വാക്ക് തന്നെ, ഫാമിലി എന്ന് പറയുന്ന വാക്ക് തന്നെ ഇങ്ങനെയാണ് വരുന്നതെന്നാണ് മാർക്സ് പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലിൻ്റെ ലിംഗവിഭജനമാണ്, സാമൂഹ്യ വിഭജനമാണ് കുടുംബസങ്കല്പത്തിൻ്റെ അടിസ്ഥാനം എന്ന് മാർക്സ് സൂചിപ്പിക്കുന്നു. കാരണം കുടുംബത്തിൻ്റെ ചരിത്രപരമായ ഉദയം കാർഷിക വൃത്തിയുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. സമൂഹത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും ഉള്ളിൽ പിന്നീട് വളർന്നു വന്ന സർവ്വവിധ വൈരുദ്ധ്യങ്ങളുടെയും ചെറുരൂപങ്ങൾ കുടുംബസങ്കല്പത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് മാർക്സ് പറയുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഈ കുടുംബത്തെ ഞാനത് വളരെ കൃത്യമായിട്ട് കുറെ കൂടി വിശദമായിട്ട് അതിനെപ്പറ്റി പറയുന്നുണ്ട് പുസ്തകത്തിൽ. ഇതിൻ്റെ സാപേക്ഷികമായ കാഴ്ചപ്പാട് എങ്ങനെയാണ് ഹെഗലിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട്, ഈ നരവംശാസ്ത്ര കൃതികളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് മാർക്സ് വികസിപ്പിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഫെമിനിസ്റ്റുകൾ ഇത് അംഗീകരിക്കാനായിട്ട് പലപ്പോഴും തയ്യാറായിരുന്നില്ല. ഇപ്പോൾ നമുക്കറിയാവുന്നതാണ് സിൽവിയ ഫെഡറിച്ചി ഈ അടുത്ത കാലത്ത് ഒരു പുസ്തകം അവർ എഴുതിയിരുന്നു. ആ പുസ്തകത്തിൽ അവർ പറയുന്ന ഇതാണ്: അവർ മാർക്സിൻ്റെ മൂലധനത്തിലൊന്നും സ്ത്രീകൾക്ക് അർഹമായ പ്രാതിനിധ്യം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് അവരുടെ ചരിത്രപരമായ പ്രസക്തി അവഗണിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കുറേ എന്നല്ല, വളരെയേറെ സത്യസന്ധമായി ഉള്ളൊരു വിമർശനം തന്നെയാണത്. പക്ഷേ അത് മാത്രമല്ലല്ലോ മാർക്സിസം എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. കാരണം മാർക്സ് പറഞ്ഞ ഈ കുടുംബത്തിൻ്റെ അപനിർമ്മാണത്തെ, ഈ നരവംശാസ്ത്ര കുറിപ്പുകളിലെ നിഗമനങ്ങളെ പൂർണ്ണമായിട്ട് അവഗണിച്ചുകൊണ്ടാണ് മാർക്സിനെ വിമർശിക്കുന്നത്. അതിന് ഉദാഹരണം ഞാൻ പറയാം. ഈ അടുത്ത കാലത്ത് ഈ നരവംശാസ്ത്ര കുറിപ്പുകൾ 1973 പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് വന്നു. അതെല്ലാം കഴിഞ്ഞ് 2019 എഴുതുമ്പോൾ ഫെഡറിച്ചി എഴുതുകയാണ്, വി ആർ ടോൾഡ്, അവർ വായിച്ചതല്ല, വി ആർ ടോൾഡ്
that Mars too in the last years of his life reconsidered his historical perspective. മാർസ് അങ്ങനെ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് റീകൺസിഡർ ചെയ്തതല്ല എന്നാണ് ഞാൻ ഈ പുസ്തകത്തിൽ സാധിക്കുന്നത്. മറിച്ച് അദ്ദേഹത്തിന് മുൻപ് തന്നെ ഉണ്ടായിരുന്ന ധാരണകളെ യഥാക്രമം ആ ചിന്തകളെ വികസിപ്പിച്ച് കൊണ്ടുവന്ന് ഈ നരവംശാസ്ത്ര വിമർശനത്തിൽ ചെന്ന് നിൽക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതിന് മുമ്പോട്ട് പോകാൻ അദ്ദേഹം മരിച്ചു പോയത് കൊണ്ട് മാത്രമാണ്. ആൻഡ് ഓൺ റീഡിങ് അബൌട്ട് ഇഗാലിറ്റേറിയൻ മാട്രിലീനിയൻ കമ്മ്യൂണിറ്റീസ് ഓഫ് ദി അമേരിക്കൻ നോർത്ത് ഈസ്റ്റ്, അങ്ങനെ ഈ നരവംശാസ്ത്ര കൃതികളൊക്കെ അദ്ദേഹം വായിച്ചതിൻ്റെ ഫലമായിട്ട് ഹി ബിഗാൻ ടു റീകൺസിഡർ ഹിസ് ഐഡിയലൈസേഷൻ ഓഫ് ക്യാപിറ്റലിസ്റ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആൻഡ് ടു അപ്രോപ്രിയേറ്റ് ദ പവർ ഓഫ് വിമൻ എന്നാണ്. ഇതെങ്ങനെയല്ല, ഇത് വായിക്കാത്തതുകൊണ്ടാണ്. വി ആർ ടോൾഡ് എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്, അവർ വായിച്ചിട്ടില്ല എന്ന് ആദ്യം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ആരൊക്കെ എഴുതിയ ഭാഗമാണ്. ഈ പുസ്തകം വായിച്ചിരുന്നെങ്കിൽ സിൽവിയ ഫെഡറിച്ചി ഒരിക്കലും ഇങ്ങനെ എഴുതുമായിരുന്നില്ല. കാരണം അങ്ങനെ അല്ല സംഭവിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ ഈ പുസ്തകത്തിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മാർസിയൻ വിമർശനത്തിൻ്റെ ആദ്യകാലം തൊട്ടുള്ള ഉദ്വേഗങ്ങളെ അദ്ദേഹം വീണ്ടും പിടിച്ചെടുക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ. അത് ആദ്യമായി അദ്ദേഹം ചെയ്യുന്നതല്ല, മറിച്ച് അതിനകത്ത് ഒരു പാരമ്പര്യമുണ്ട്. അപ്പോൾ കുടുംബം എന്ന സംവിധാനത്തിൻ്റെ ചരിത്രപരമായ സാപേക്ഷികതയെക്കുറിച്ചും സ്വകാര്യ സ്വത്ത് പോലെയുള്ള സാമൂഹ്യ സ്ഥാപനത്തിൻ്റെ വളർച്ചയെക്കുറിച്ചും കുടുംബവും സ്വകാര്യ സ്വത്തും ചേർന്ന് എങ്ങനെയാണ് ഭരണകൂടം എന്ന സ്ഥാപനത്തെ ഉൾക്കൊള്ളുന്നത് എന്നതിനെക്കുറിച്ചും എംഗൽസിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ മാർസ് അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ എന്താണ് ഹിസ്റ്റോറിക്കൽ ഡിഫീറ്റ് ഓഫ് ദി ഫിമെയിൽ സെക്സ് എന്ന് ഒരു പ്രയോഗം എംഗൽസ് നടത്തുന്നുണ്ട്. പലരും അത് മാർസിൻ്റെതായിട്ട് തെറ്റിദ്ധരിക്കുന്നത്. മാർസ് അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ ഡിഫീറ്റ് ഒരു കാലത്ത് സ്ത്രീകൾക്ക് ഉണ്ടായതായിട്ട് മാർസ് പറയുന്നില്ല. മറിച്ച് ലിംഗവിഭജനവുമായി ബന്ധപ്പെട്ട് വർഗ്ഗബന്ധങ്ങൾ വികസിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആദിമ കമ്മ്യൂണിസ്റ്റ് സമുദായത്തിൽ തന്നെ ഉണ്ടായ നരവംശാസ്ത്രപരമായ സങ്കീർണമായ ചില വൈരുദ്ധ്യങ്ങളാണ് ഈ ലിംഗ അസമത്വത്തിലേക്ക് നയിച്ചത് എന്നാണ് മാർസ് പറയാൻ ശ്രമിക്കുക. അതുകൊണ്ട് അതിന് സവിശേഷമായ ശ്രദ്ധ അതില്ലാതാക്കുന്നതിന് സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം കൊടുക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ വളരെ കാലസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോവുകയല്ല അദ്ദേഹം ചെയ്യുന്നത്. അതിൻ്റെ അനുബന്ധമായിട്ടാണ് മാർസിൻ്റെ ബ്രാഹ്മണ്യ വിമർശനവും നവസാമൂഹികതയുടെ മാർസിയൻ സാധ്യതകൾ എന്ന് പറയുന്ന അധ്യായം ഞാൻ എഴുതിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും നമുക്കറിയാം, അംബേദ്കറാണ് ഇന്ത്യയിൽ ബ്രാഹ്മണ്യ വിമർശനം ഏറ്റവും ശക്തമായി നടന്ന. അംബേദ്കറിന് മുൻപ് ബ്രാഹ്മണ്യ വിമർശനം എന്നൊന്നും ആർത്തിലില്ല. ഇപ്പോൾ യൂറോപ്യൻ ചിന്തകരുടെയൊക്കെ എഴുത്തുകാരുടെയൊക്കെ ചില കൃതികളിൽ അവിടെയും ഇവിടെയൊക്കെ ബ്രാഹ്മണ്യവുമായി ബന്ധപ്പെട്ട ചില അവരുടെ ചൂഷണത്തെക്കുറിച്ചൊക്കെയുള്ള ചില രൂപങ്ങളൊക്കെ കാണാമെങ്കിൽ പോലും ബ്രാഹ്മണ്യത്തെ നേരിട്ട് വിമർശിക്കുന്ന ഭാഗങ്ങളില്ല. അതേസമയത്ത് മാർസ് വളരെ കൃത്യമായി തന്നെ പറയുന്നത്, ഈ മെയിൻ്റെ കൃതി എടുത്തിട്ട് അദ്ദേഹം പറയുന്നത്, നമുക്കറിയാം ഗായത്രി സ്പിവക്ക് സബാൾട്ടൻ കാൻ ദി സബാൾട്ടൻ സ്പീക്ക് എന്ന് പറഞ്ഞ് വളരെ പ്രശസ്തമായൊരു പഠനം ഗായത്രി സ്പിവക്ക് എഴുതിയിട്ടുണ്ട്. അതിനൊരു വിമർശനം ലതാമണി എഴുതിയിട്ടുണ്ട്. ഇതിലൊക്കെ തന്നെ അവർ വളരെ സമഗ്രമായൊരു വിമർശനമുണ്ട്. അത് ഈ സതി എന്ന് പറയുന്ന ആചാരത്തെ നമ്മളെങ്ങനെയാണ് ഇന്ത്യയിൽ നിന്ന് കാണുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീക്ഷണം അടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് തവിട്ട് പുരുഷന്മാർ, തവിട്ട് സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നത്, അടിച്ചമർത്തുന്നത് എന്നുള്ള രീതിയിൽ വെള്ളക്കാർ നടത്തുന്ന നിരീക്ഷണമായിട്ടാണ് ഇത് വരുന്നത് എന്ന് യൂറോപ്യൻ ജ്ഞാന വ്യവസ്ഥയെ, ഓറിയന്റലിസത്തെ വിമർശിച്ചുകൊണ്ട് ഗായത്രി സ്പിവക്കും മറ്റുള്ളവരുമൊക്കെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ മാർസ് ഇക്കാര്യത്തിൽ വളരെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായ ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അദ്ദേഹം പറയുന്നൊരു ഉദാഹരണം, ഈ സതിയുടെ ഉദാഹരണം. അപ്പോൾ ഈ സതിയുടെ മാർസിൻ്റെ സതിയുടെ ഉദാഹരണമാണ് മാർസ് എടുക്കുന്നത്. പക്ഷേ ലതാമണിയുടെ പുസ്തകത്തിലാവട്ടെ ഗായത്രി സ്പിവക്ക് ഒരു മാർസിസ്റ്റാണ്, പ്രശസ്തയായ മാർസിസ്റ്റ് ചിന്തകയാണ്. മാർസ് സതിയെക്കുറിച്ച് പറഞ്ഞ ഭാഗം വന്നിട്ടില്ല. പക്ഷേ മാർസ് സതിയെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? ഇവരാരും പറയാത്തൊരു കാര്യം മാർസ് പറഞ്ഞു. മാർസ് പറഞ്ഞത് ഇത് തവിട്ട് പുരുഷന്മാർ തവിട്ട് സ്ത്രീകളെ അടിച്ചമർത്തുന്നതല്ല, മറിച്ച് ബ്രാഹ്മണർ ഇവയ്ക്കാണ്, പ്രിസ്ലി ക്ലാസ്സായ ബ്രാഹ്മണർ അവരുടെ സ്വകാര്യ സ്വത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം കൊണ്ടുവന്ന ഇന്ത്യയുടെ ആചാരങ്ങളിലില്ലാത്ത ഒരു പുതിയ നിയമമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് അത് മെയിൻ കണ്ടെത്തുന്നില്ല, അത് കാണാൻ കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മെയിനിന് ഈ പുസ്തകം എഴുതിയ ആളിന് ഇത് ഇന്ത്യയിലെ മുഴുവൻ പുരുഷന്മാരുടെയും ചുമലിലാണ് അദ്ദേഹം വെക്കുന്നത്. ഇത് മുഴുവൻ പുരുഷന്മാരുടെയും ചുമൽ വെക്കേണ്ടതല്ല, മറിച്ച് ഇന്ത്യയിലെ പ്രീസ്ലി ക്ലാസിൻ്റെ ഏറ്റവും നീചമായ ഒരു ഇടപെടലുകൾ കൊണ്ടുണ്ടായതാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് സായിപ്പിൻ്റെ കണ്ണല്ല, എല്ലാവരും ഒരുമിച്ച് കാണുന്ന സായിപ്പിൻ്റെ കണ്ണല്ലല്ലോ അത്. അതുപോലെ തന്നെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് രൂക്ഷമായ വിമർശനമാണ് മാർസ് ഈ നരവംശാസ്ത്ര കുറിപ്പുകളുടെ പല ഭാഗത്തും നടത്തുന്നത്. ഇന്ത്യയുമായിട്ടുള്ള പഠനത്തിൽ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരിക്കലും ഇത് ഉദ്ധരിക്കപ്പെടാത്തത്? മാർസ് ഇത്രയും കാര്യങ്ങൾ ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്, ചാതുർവർണ്ണയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അംബേദ്കറിന് മുൻപ് ഏറ്റവും ശക്തമായ ജാതി വ്യവസ്ഥാ വിമർശനം യഥാർത്ഥത്തിൽ മാർസിൻ്റെ ഈ നരവംശാസ്ത്ര കുറിപ്പുകളിലാണുള്ളത്. ഞാൻ പൂർണ്ണമായിട്ടും അത് ഇവിടെ ഉദ്ധരിക്കുന്നില്ല, മറിച്ച് അദ്ദേഹം പറയുന്ന ഇതാണ്. സതിയെക്കുറിച്ച്
മാർക്സ് പറയാണ്, ഞാൻ ഉദ്ധരിക്കുകയാണ്, ബ്രാഹ്മണരുടെ മൃഗീയത അതിൻ്റെ പാരമ്യത്തിലെത്തുന്നത് സതി അല്ലെങ്കിൽ വിവാഹ ദഹനത്തിലാണ്. മനുവിലും അതുപോലെ മറ്റു ആദ്യകാല മതരേഖകളിലും സതിയെക്കുറിച്ച് ഒരു പരാമർശവും ഇല്ലാത്തതിനാൽ ഈ സമ്പ്രദായം നികൃഷ്ടമായ ആചാരം മാത്രമാണെന്ന്, മാലസ് യൂസസ് ഈവിൾ കസ്റ്റം എന്നാണ് മാർക്സ് പറയുന്നത്. അതാണ് മാർക്സ് ഉദ്ധരിക്കുന്നത്. വിധവയുടെ അനന്തരാവകാശം ഭർത്താവിൻ്റെ അടുത്ത ബന്ധുക്കളിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിനുള്ള ബ്രാഹ്മണ നിയമനിർമ്മാണത്തിലൂടെയും സതി ആചാരം എന്ന നിലയിൽ ആധികാരികമാക്കുകയാണ് ബ്രാഹ്മണ്യം ചെയ്തിട്ടുള്ളത്. സതി നിയമമല്ല, കേവലം ബ്രാഹ്മണ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന മതപരമായ കൊലപാതകം മാത്രമാണ്. അതായത് ഇന്ത്യൻ പുരുഷൻ വെള്ളക്കാരൻ എന്നുള്ള ദ്വന്ദ്വമല്ല, മറിച്ച് ബ്രാഹ്മണരും മറ്റിന്ത്യക്കാരും എന്നുള്ള ദ്വന്ദ്വമാണ് ഇതിനകത്ത് മാർക്സ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെ കൂടുതൽ വികസിപ്പിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും അത് ഉദ്ധരണികളിലൂടെ. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ഈ ഉദ്ധരണികളെല്ലാം ഫ്രഞ്ചിലും ജർമ്മൻ ഭാഷയിലും ആയിരുന്നു. ഇത് വായിക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഹായത്തോടുകൂടി, യന്ത്രസഹായത്തോടുകൂടി, മനുഷ്യ സഹായത്തോടുകൂടി വിവർത്തനം ചെയ്ത് വായിക്കുകയും ചെയ്തപ്പോഴാണ് കാരണം ഈ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ച നരവംശാസ്ത്ര കുറിപ്പുകളിൽ ഇത്തരം ഉദ്ധരണികൾ, മാർക്സിൻ്റെ മറ്റ് ഭാഷകളിലെ ഉദ്ധരണികൾ അതേ ഭാഷയിൽ തന്നെ നിലനിർത്തിയത് കൊണ്ടും അലസമായ അത് വായിച്ചിട്ടുള്ളവർ തന്നെ വായിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം 2006 ഇന്ത്യയെക്കുറിച്ചുള്ള മാർക്സിൻ്റെ പ്രധാനപ്പെട്ട കൃതികളെല്ലാം സമാഹരിച്ച കൂട്ടത്തിൽ അതിൻ്റെ അടിക്കുറിപ്പായി ഇർഫാൻ ഹബീബ്, ചരിത്രകാരൻ ഇർഫാൻ ഹബീബ്, ജൂനിയർ ഇർഫാൻ ഹബീബ് പറയുന്നത്, നരവംശാസ്ത്ര കുറിപ്പുകൾ എന്ന് പറയുന്ന ഒരു പുസ്തകം മാർക്സ് എഴുതിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നതെന്നാണ്. വായിച്ചൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതൊന്നും ഉൾപ്പെടുത്താതെയാണ് 2006 പോലും അതിറക്കുക അത്തരം ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഗഹനമായ രാഷ്ട്രീയമായ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ, ജാതിവിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ, പ്രകൃതി പരിസ്ഥിതിവാദ രാഷ്ട്രീയത്തിൻ്റെ, ലിംഗസമത്വ രാഷ്ട്രീയത്തിൻ്റെ എല്ലാം നിലപാടുകൾ മാർക്സ് ഒരു വിധത്തിൽ മറ്റൊരു വിധത്തിൽ രൂപരേഖയായി അവതരിപ്പിക്കുന്ന ഈ പ്രധാനപ്പെട്ട നരവംശാസ്ത്ര കുറിപ്പുകൾ ഇത്രയും കാലം നാം അവഗണിച്ചതുപോലെ തുടർന്നും നമ്മൾ അവഗണിക്കേണ്ടതുണ്ടോ എന്ന വളരെ വിനീതമായൊരു ചോദ്യമാണ് ഞാൻ ഈ പുസ്തകത്തിലൂടെ ഉയർത്താൻ ശ്രമിക്കുന്നത്.